സ്ത്രീകളുടെ മുൻകൈയിൽ മാത്രമേ ഈ പ്രവർത്തനം നടത്തുള്ളൂ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പാലായിട്ട് ചെയ്യില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയും വനിതാ വിഭാഗമല്ല. നമ്മൾ സ്വതന്ത്ര സ്ത്രീ വിമോചന സംഘടനയാണ്, അതും സ്ഥാപിച്ചു. അപ്പോൾ ഈ സ്വതന്ത്ര സ്ത്രീ വിമോചന സംഘടന പ്രവർത്തിക്കുക സ്ത്രീകളുടെ മാത്രം പ്രവർത്തനമാണ്. അതിനെ ഹെൽപ്പ് ചെയ്യാൻ ഈ ആശയം ഉൾക്കൊണ്ട ഏത് പുരുഷന്മാർക്കും നമ്മുടെ കൂടെ കൂടാം. അജിത പോയി ബോധന എന്ന് പറഞ്ഞ സംഘടന കോഴിക്കോട് തുടങ്ങി. ബോധനയാണ് ആദ്യമായിട്ട് ലൈംഗിക തൊഴിലാളികളെ തെരുവിലിറക്കിയത്, വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത്. സ്ത്രീ വിമോചന ആശയങ്ങൾ പലതും വിപ്ലവ പാർട്ടിയിലെ സഖാക്കൾക്ക് തന്നെ ദഹിക്കുന്നുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ലൈംഗികതയുടെ രാഷ്ട്രീയം. ഞാൻ പ്രസംഗിക്കുന്നത് പോലെ, ഞാൻ പാട്ട് പാടുന്നത് പോലെ, ഞാൻ നാടകം എഴുതുന്നത് പോലെ, ഞാൻ നാടകം പ്രചരിപ്പിക്കുന്നത് പോലെ ഈ ഒരു മീഡിയം ഉപയോഗിക്കാം എന്നുള്ളതായിരുന്നു. ആ കാലയളവിന് ശേഷം അത് കഴിഞ്ഞു. പക്ഷെ അത് നിർഭാഗ്യമായിട്ട് എൻ്റെ തലക്കടിച്ച് വീണത് എങ്ങനെയാണെന്ന് വെച്ചാൽ സാർട്ടിസ്റ്റ് എഴുതുന്നത് മുഴുവനും ഇതാണ്, അത് വായിക്കേണ്ടതില്ല എന്ന പോലെയുള്ളൊരു ചിന്ത പല വായനക്കാരിലും ഉണ്ടായി. മറ്റ് മേഖലീയൻ ആയ ഭാഗങ്ങൾ മുഴുവൻ മാറ്റി നിർത്തിയിട്ട് ഉള്ളടക്കത്തിലേക്ക് പോകുമ്പോൾ റേപ്പ് എന്ന് പറയുന്നൊരു ക്രൂരകൃത്യത്തെ, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കുറ്റകൃത്യത്തെ, ഒരു നിഗൂഢാത്മക അധികാരപ്രയോഗത്തെ നിഗൂഢാത്മക സൗന്ദര്യമുള്ള ഒരു സാധ്യതയാക്കി മാറ്റി. അതാണ് ഞാൻ കഥ ചോദ്യം ചെയ്തത്. സെക്സിനെ ആണധികാരത്തിൻ്റെ മേഖലയിൽ വെച്ചിട്ടേ പരിചയമുള്ളൂ. ഒ വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസത്തിലും അത് തന്നെ സംഭവിക്കുന്നത്. മറിച്ചൊരു ചോദ്യം ഉയർന്നു വന്നിട്ടില്ല. നേരത്തെ കല്യാണം കഴിഞ്ഞു പോയൊരു പെൺകുട്ടി എന്നുള്ള നിലയിൽ പ്രണയം അസാധ്യമായ അടഞ്ഞ വാതിലായിരുന്നു. ആ അടഞ്ഞ വാതിലിനകത്ത് പ്രണയം സംഭവിക്കുന്നുമില്ല. പ്രണയം നമുക്ക് ആവശ്യവുമാണ്. നമ്മൾ പ്രണയിച്ചു പോകുമല്ലോ, സ്വാഭാവികമായും നമ്മൾ പ്രണയിക്കും. പക്ഷെ അങ്ങനെ പ്രണയിക്കുമ്പോൾ തന്നെ അതിന് ഒരു സ്വതന്ത്രമായ ഒരു അവസ്ഥ, തുറവിയില്ല. അനുവദനീയമല്ലാത്ത ഒരു തെറ്റ് ചെയ്യുന്നത് പോലെയാണ്. പിന്നെ മാധവിക്കുട്ടിയൊക്കെ ചെയ്തതുപോലെയുള്ള ഒരു തുറന്ന ഒരു പ്രണയത്തെ പറ്റിയിട്ടുള്ള വലിയൊരു വാചാടോപം എൻ്റെ കഥകളിൽ കാണില്ല. എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടും കൂടിയാണത്. രതിക്ക് വേണ്ടി മാത്രം സംഭവിച്ചിരുന്ന നൈസർഗികമായൊരു ഒരു സംഗതി എന്നുള്ളതിൽ നിന്ന് മനുഷ്യൻ്റെ ഭാവന ഉണ്ടാക്കിയെടുത്ത ഒന്നാണ് ഈ പ്രണയം എന്ന് പറയുന്ന സങ്കല്പം. നാടകം കെട്ടുപൊട്ടിക്കല അല്ലേ? നാടകത്തിലേക്ക് വരുമ്പോൾ നിന്റെ ശരീരം എന്ന് പറയുന്നത് ആഘോഷിക്കാനുള്ളതാണ്, ബോഡി ലാംഗ്വേജ് അല്ലേ? അപ്പോൾ അവിടെ സ്റ്റേജിൽ ഒരുത്തി അനുഭവിക്കുന്ന ആനന്ദം, ആ ആനന്ദം ഒരു ഭൗതിക മര്യാദകളെയും വകവയ്ക്കുന്നില്ലെങ്കിൽ രസമായിരിക്കും. ആരുടെയെങ്കിലുമൊക്കെ ഒരു പക്ഷം ചേർന്ന് നിന്നിരുന്നെങ്കിൽ കിട്ടാവുന്ന ബെനിഫിറ്റുകൾ എന്ന് പറയുന്നത് അതല്ല എഴുത്തിന് വേണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എഴുത്തിന് എഴുത്ത് മാത്രമേ ഉള്ളൂ. എഴുത്തിന് എന്താ പറയുക, അപ്പനും അമ്മയും കയ്യും കാലൊന്നുമില്ല. ടീച്ചർ സ്വയം എഴുത്തിനെ ഒരു ആക്ടിവിസ്റ്റ് ആയിട്ടാണോ എഴുത്തുകാരിയായിട്ടാണോ വിലയിരുത്തുക? പട്ടാമ്പി കോളേജിന്റെ ആ ഒരു സാംസ്കാരിക രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വെച്ചാണ് മാനുഷിയുടെ ചിന്തകൾ ഉണ്ടാകുന്നത്. മാനുഷി എന്ന് പറയുന്നത് കേരളത്തിലുടനീളം പല സ്ഥലങ്ങളിൽ, തിരുവനന്തപുരത്ത് ഏതാണ്ട് സമാനമായിട്ടുള്ളൊരു ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് സംഭവിക്കുന്നുണ്ട്. ആഗോളതലത്തിൽ തന്നെ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ്സ് ഒക്കെ ശക്തി ആർജിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയിട്ടാണ്. ടീച്ചറിൻ്റെ ബോധ്യങ്ങളെ, ഇപ്പം ശരീരത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങളെ, സ്ത്രീയുടെ സ്വത്വം എന്നുള്ള ഒരു ബോധ്യത്തെ ഒക്കെ എങ്ങനെയാണത് മാറ്റിമറിച്ചത്? അതിൻ്റെ ഒരു സംഘാടനം, ഒരു സ്ത്രീ സംഘാടനം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും വ്യത്യസ്തമായിരിക്കുമല്ലോ. ആ ഒരു സംഘടിപ്പിക്കൽ ഒക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? അതായത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ആ ഒരു തിരിച്ചറിവുള്ള കുട്ടികൾ അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ 80കളിലൊക്കെ വളരെ ശക്തമായിട്ട് നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നൊരു വേവലാതി. ഇപ്പം നമ്മൾ ലഹരിയെ പറ്റിയൊക്കെ സംസാരിക്കുന്ന പോലെ ഈ പെൺകുട്ടികളുടെ സ്ത്രീധന മരണങ്ങൾ, അതുപോലെ ആത്മഹത്യകൾ, കൊലപാതകം നടത്തിയിട്ട് അതിനെ ആത്മഹത്യയാക്കി മാറ്റൽ, അതിന് നിയമ നടപടികൾ ഉണ്ടാകാനുള്ള വളരെ വലിയ കാലതാമസം, പൊതുജനങ്ങളുടെ ഇടയിലുള്ള അവബോധമില്ലായ്മ, സ്ത്രീധനം ഒരു ദുരാചാരമാണെന്നോ അതില്ലാണ്ടാക്കേണ്ടതാണെന്നോ ആർക്കും അതിനെ പറ്റിയിട്ട് ഒരു വേവലാതി ഇല്ലാത്തൊരവസ്ഥ. ഈ ഒരു സാഹചര്യത്തിൽ ആണ് പാലക്കാട് ജില്ലയിലെ ഒരുപാട് സ്ത്രീധന മരണങ്ങൾ സംഭവിക്കുന്നു. തുടർച്ചയായിട്ട് നമ്മൾ വാർത്തകൾ കേൾക്കുന്നു. കേരളത്തിലുടനീളം സ്റ്റൗ പൊട്ടിത്തെറിച്ച് മരിച്ചു, അല്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഇത് സ്ത്രീകളുടെ നേർക്ക് നടക്കുന്ന വലിയ അക്രമങ്ങളാണ്. ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് കുറച്ച് കുട്ടികൾ എൻ്റെ അടുത്ത് വരികയാണ്, മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ.
അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ആ വന്ന കുട്ടികൾ ഈ നേരത്തെ പറഞ്ഞ പോലെ യുവജനവേദിയിലെ പ്രവർത്തകരായിട്ടുള്ള കുട്ടികളായിരുന്നു, വിദ്യാർത്ഥി സംഘടനയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ തന്നെ ഇതിനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ കുട്ടികളെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കോളേജിൽ മുഴുവൻ അറിയിക്കാം, എന്നിട്ട് എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് അന്വേഷിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും കുട്ടികളും ടീച്ചേഴ്സും തമ്മിൽ നല്ലൊരു അടുപ്പം ഉണ്ടായി വന്ന്, ഈ ക്യാമ്പസ് തിയേറ്റർ വഴിയൊക്കെ നല്ലൊരു അടുപ്പം ഉണ്ടായി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ ഈ പ്രവർത്തനങ്ങളും ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഈ കുട്ടികളെല്ലാം, അതിന് കാരണങ്ങളുണ്ട് കേട്ടോ. പട്ടാമ്പി കോളേജിൽ നടന്നൊരു വിദ്യാർത്ഥിനിയുടെ മരണം, അതായത് ആ കുട്ടിയും ഒരു അധ്യാപകനും തമ്മിൽ അടുപ്പുണ്ടായിരുന്നു. കോളേജിൽ അത് വലിയൊരു വിഷയമായി. അധ്യാപകന് ഈ കുട്ടീനെ ചൂഷണം ചെയ്യുകയാണെന്നുള്ള രീതിയിൽ ഒരു സംഗതി ഉയർന്നു വന്നു. അതുകൊണ്ട് ഈ അധ്യാപകൻ പരസ്യമായിട്ട് ക്യാമ്പസിൽ മാപ്പ് പറയണം എന്നൊരാവശ്യം വന്നു. അപ്പോൾ അത് എൻ്റെ അടുത്ത് ഇവർ വന്ന് പറഞ്ഞപ്പോൾ ഞാനിവരോട് പറഞ്ഞു, ശരി തന്നെ, പക്ഷേ അതിൻ്റെ പിന്നിലൊരു പെൺകുട്ടി ഉണ്ട് എന്നുള്ളത് കൂടി നിങ്ങൾ ആലോചിക്കണം. അധ്യാപകൻ പരസ്യമായിട്ട് മാപ്പ് പറയുമ്പോൾ ആ കുട്ടിയെ ബന്ധപ്പെടുത്തിയാണല്ലോ പറയുക, അതും കൂടി ആലോചിക്കണം പറഞ്ഞു. ഞങ്ങൾ നാടകവും കൊണ്ട് യൂണിവേഴ്സിറ്റിക്ക് മത്സരത്തിന് പോയിരിക്കുകയായിരുന്നു. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഈ കുട്ടി ആത്മഹത്യ ചെയ്തു. സംസ്കൃതത്തിലൊരു വിദ്യാർത്ഥിനിയായിരുന്നു. അത് വലിയ കോളുകളൊക്കെ ഉണ്ടാക്കി ഈ കുട്ടിയുടെ മരണം, പിന്നെ ആത്മഹത്യ. അച്ഛൻ്റെ വയസ്സായ, വളരെ പ്രായമായിട്ട് കല്യാണം കഴിച്ച ഒരു മാഷിൻ്റെയും ടീച്ചറുടെ ഏക മകളായിരുന്നു ആ കുട്ടി. പിന്നെ തന്നെയല്ല, പ്രണയമാണ് അവിടെ ഒരു വലിയ കുറ്റകൃത്യമായിട്ട് മാറിയത്. അത് പ്രണയമാണെന്നും പ്രണയമല്ല എന്നുള്ളൊരു സംഗതിയാണ് ഉയർന്നു വന്നത്. അധ്യാപകൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ചൂഷണമാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ട്. അതിൻ്റെ പിന്നാലെ വേറൊരു കുട്ടിക്കും അത്തരത്തിലുള്ള അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായ മോശമായിട്ടുള്ള പെരുമാറ്റം. ഈ ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് തന്നെ സ്ത്രീധന മരണങ്ങളും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനൊരു ചിന്ത വരുന്നത്. അപ്പോൾ ഇത് മൊത്തം സ്ത്രീയെ ബാധിക്കുന്നത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളൊരു കൂടിയാലോചന യോഗം എന്നുള്ള രീതിയിൽ ക്ലാസ്സുകളിലൊക്കെ അറിയിച്ചു. ഏകദേശം ഒരു 60-70ഓളം കുട്ടികൾ അതിലന്ന് പങ്കെടുത്തു. ചില ടീച്ചേഴ്സും പങ്കെടുത്തു. അപ്പോൾ ഈ 60-70ഓളം വന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ പല വിദ്യാർത്ഥി സംഘടനകളിൽപ്പെട്ട കുട്ടികളായിരുന്നു. അതിൽ നേരത്തെ പറഞ്ഞ ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനയുടെ കുട്ടികളുണ്ട്, CPMൻ്റെ ഭാഗത്ത് SFI ഉണ്ട്, KSU ഉണ്ട്, അതല്ലാത്ത കുട്ടികളുണ്ട്, ഇതങ്ങനെ രാഷ്ട്രീയ പാർട്ടി ബന്ധങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികളുണ്ട്. പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്ന അക്രമം എന്നുള്ള ഒരു പൊതുവിഷയത്തിന് വേണ്ടി സംഘടിച്ചവരാണ്. അതിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്ന ആദ്യത്തെ ഒരു പ്രാഥമിക ഒരു സംഭാഷണം നടക്കുന്നത്. അതിൻ്റെ ശേഷമാണ് നമ്മൾ സംഘടന രൂപീകരിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ പിന്നെ ആ സംഘടനയ്ക്ക് എന്ത് പേരിടും, അങ്ങനെയൊക്കെയുള്ള ആലോചനകൾ വന്നപ്പോൾ മാനുഷി എന്നുള്ള പേര്, മാനുഷി ചിന്തിക്കുന്ന സ്ത്രീകളുടെ സംഘടന, അങ്ങനെയാണ് ആദ്യം പേര് ഇട്ടത്. അപ്പോൾ അങ്ങനെ മാനുഷി ചിന്തിക്കുന്ന സ്ത്രീകളുടെ സംഘടന എന്നുള്ള രണ്ടാമത്തെ മീറ്റിങ്ങും നടന്നു. മലയാളത്തിലെ PG ക്ലാസ്സിൽ വെച്ചിട്ടാണ് മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ അത് നടന്നത്. അതിലും കുറച്ച് പേര് പങ്കെടുത്തു. പിന്നെ അതിലെ പ്രശ്നങ്ങളായി, ഇതിൻ്റെ നേതൃത്വത്തിലേക്ക് ആര് വരണം എന്നുള്ള അങ്ങനെയൊക്കെയുള്ള ആയിരിക്കണം വേണമെങ്കിൽ പതുക്കെ KSU SFI ഒക്കെ അതിൽ നിന്ന് പോയി. പിന്നെ പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടി താല്പര്യങ്ങളുള്ള ആളുകളൊക്കെ പോയി, ടീച്ചേഴ്സും പോയി. പിന്നെയുള്ളത് ഈ വിപ്ലവ വിദ്യാർത്ഥി സംഘടനയുടെ പെൺകുട്ടികൾ, അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന കുറച്ച് ആൺകുട്ടികൾ, സഹായിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൺകുട്ടികൾ, അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ടീച്ചേഴ്സ്, അത്രയായിരുന്നു. പക്ഷേ ഞങ്ങൾ ആ സംഘടന രൂപീകരിച്ചു. ഈ രണ്ടാമത് പെൺകുട്ടിക്ക് നേരെ മോശമായിട്ട് പെരുമാറിയ അധ്യാപകനെതിരെ ഒരു പ്രകടനം നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ അത് 85-ൽ വളരെ അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ക്യാമ്പസുകളിൽ സംഭവിച്ചുകൂടാത്ത ഒന്നാണ്. ഒന്ന് ടീച്ചർക്കെതിരെ, രണ്ടാമത്തെ പെൺകുട്ടികൾ തനിയെ. പെൺകുട്ടികൾ ഈ വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു അനുബന്ധം ആയിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അവരെ മുദ്രാവാക്യം വിളിക്കാൻ, ദേഹാനക്കാൻ പോലും പിന്നെ സദാചാരം സമ്മതിക്കാത്ത തരം അവസ്ഥയായിരുന്നു. അപ്പോൾ അവിടെ പെൺകുട്ടികൾ തന്നെ ഒരു ജാഥ നടത്തുന്നു, അവർ പോസ്റ്റർ ഒട്ടിക്കുന്നു, അവർ ക്യാമ്പസ് ഇളക്കി മറിച്ചു. ക്യാമ്പസ് ഇളക്കി മറിച്ചു. എല്ലാ പിള്ളേരും, ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ അടക്കം അത് വളരെ അത്ഭുതത്തോടു കൂടി ആണ് അതിനെ കണ്ടത്. അവിടെ നിന്നാണ്, അങ്ങനെയാണ് അതിൻ്റെ തുടക്കം. പിന്നെ ഉള്ള ആലോചനകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളതിൽ ഒരു സമൂഹത്തിലൊരു അവബോധം സൃഷ്ടിക്കുക, അതാണ് വളരെ പ്രധാനം.
അപ്പോൾ അതിന് നമ്മൾ ധാരാളം വായിക്കുകയും നമ്മളൊരു അഭിപ്രായ രൂപീകരണം നടത്തുകയും നമ്മളത് പ്രചരിപ്പിക്കുകയും വേണം. പ്രചരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ആശയത്തിൽ പിന്നെ അപ്പോൾ എവിടെ പ്രചരിപ്പിക്കണം? വിദ്യാർത്ഥികളുടെ ഇടയിൽ മാത്രമല്ല, ക്യാമ്പസ് നിൽക്കുന്നത് സമൂഹത്തിനുള്ളിലാണ്. അതിനാൽ സമൂഹത്തിന് പുറത്തേക്ക് പോകണം എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾ ക്യാമ്പസിൻ്റെ പുറത്തേക്ക് ഇറക്കുന്നതിന് ശക്തമായിട്ട് എതിർത്തു പലരും. കുട്ടികളെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നതിന് ടീച്ചേഴ്സിനെയും ആക്രമണം ഉണ്ടായി. പക്ഷെ ഞങ്ങൾ തീരുമാനിച്ചു ഒരു നാടകത്തിൽ കൂടെ, ക്യാമ്പസ് തിയേറ്ററിലൊരു ഇമ്പാക്റ്റ് അവിടെ നിൽക്കുന്നുണ്ടല്ലോ, ഒരു നാടകത്തിൽ കൂടെ തന്നെയല്ല കേരളത്തിൻ്റെ ചരിത്രത്തിൽ സാമൂഹിക അവബോധം ഉണ്ടാക്കുന്നതിൽ നാടകങ്ങൾ വെച്ച് വലിയ പങ്കുണ്ട്, ചരിത്രപരമായ ഒരു തുടർച്ചയുണ്ട്. പിന്നെ വീട്ടിയുടെ നാടകത്തിൻ്റെ മാത്രമല്ല, പിന്നെ സ്ത്രീകളുടെ നാടകം ഉണ്ടല്ലോ, തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന് പറയുന്ന നാടകത്തിൻ്റെ ഒരു ചരിത്രപരമായ ഒരു ഇത് അവിടെ പിന്നിൽ കിടക്കുന്നുണ്ട്. ആ നാടകം മാർജിനലൈസ് ചെയ്യപ്പെട്ടു പോയ നാടകമാണ്. അപ്പോൾ നമ്മൾ സ്ത്രീധനത്തിനെതിരെ ഒരു സമൂഹത്തിലൊരു അവബോധം ഉണ്ടാക്കുക, അതിനുവേണ്ടി ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നു, അത് പ്രാക്ടീസ് ചെയ്യുന്നു, കുട്ടികളത് തെരുവിൽ അവതരിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ തെരുവിൽ പട്ടാമ്പി കോളേജിൽ ആദ്യം അവതരിപ്പിച്ചു. രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങളത് പുറത്തേക്ക് ഇറക്കിയിട്ട് ആദ്യമായിട്ട് EMSൻ്റെ സുപ്രസിദ്ധമായിട്ടുള്ള ഓങ്ങല്ലൂർ പ്രസംഗം നടന്ന ഓങ്ങല്ലൂർ അമ്പലത്തിൻ്റെ മുമ്പിലുള്ള മൈതാനത്തിലാണ് രണ്ടാമത് കളിച്ചത്. പിന്നെ അവിടെ നിന്ന് ഒരു യാത്രയായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ എന്തായിരിക്കണം സ്ത്രീകളുടെ സംഘടന എന്നുള്ളതിലും അതിൻ്റെ പൊളിറ്റിക്സ് രൂപപ്പെടുത്തുന്നതിലും അതിനൊരു അടിത്തറ ഉണ്ടാക്കുന്നതിലും ഒക്കെയുള്ള ആലോചനകൾ നടന്നു. അപ്പോൾ അതിൽ നമ്മളെ സഹായിച്ചത് വിപ്ലവ വിദ്യാർത്ഥി സംഘടനകളും അതുപോലെ തന്നെ കെ വേണു അവരുടെ ഭാഗത്തു നിന്ന് കെ വേണുവിൻ്റെ ആശയങ്ങൾ അവർ പറയാൻ തുടങ്ങി. നമ്മൾ ഇങ്ങനെ, അപ്പോൾ അത് MG ശശിയൊക്കെയാണ് അതിൻ്റെ നേതൃത്വത്തിൽ വന്നത്. തന്നെയല്ല, ഞാനൊരിക്കൽ ആറങ്ങോട്ടര ശശിയുടെ അവിടെ സ്ഥലത്ത് KV വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കാണാൻ പോയി. കൗതുകത്തിന് പോയതാണ്. അന്നൊന്നും രാഷ്ട്രീയ തിരിച്ചറിവൊന്നുമില്ല. KVയെ കാണാൻ പോയി. തട്ടുംപുറത്തിരുന്നിട്ട്, അങ്ങാടിയിലെ ഒരു തട്ടുംപുറത്തിരുന്നിട്ട് KV ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. ആ ക്ലാസ് ഞാൻ കേട്ടു. മുഴുവനൊന്നും എനിക്ക് മനസ്സിലായില്ല. ആ ക്ലാസ്സിൻ്റെ ശേഷം സ്ത്രീകളുടെ ഒരു സംഘടന ഉണ്ടാക്കി കൂടെ എന്ന് KV ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ശക്തമായിട്ട്. അപ്പം നമ്മളിവിടെ ഇങ്ങനെ ഒരു രൂപം ഉണ്ടായി വരുന്നുണ്ട്. അപ്പോഴാണ് KV പറഞ്ഞത്, സ്ത്രീകൾക്ക് തന്നെത്താനെയുള്ള പ്രശ്നങ്ങളുണ്ട്, സവിശേഷമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അതെന്താണെന്ന് കണ്ടെത്തുകയാണ് വേണ്ടത്. അപ്പോൾ തുടക്കത്തിലുള്ള പരിഭ്രമം സമൂഹത്തിൽ നിലനിൽക്കുന്ന സ്ത്രീകളുടെ പ്രശ്നം എന്താണെന്ന് അറിയാത്ത അവസ്ഥയായിരുന്നു. നമുക്കെന്താ പ്രശ്നം ഐഡന്റിഫൈ ചെയ്യാനോ? നമുക്ക് ഇപ്പോൾ ഭർത്താക്കന്മാർ ചെയ്യുന്നത്, നിനക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കില്ലേ, നിനക്ക് ഉണ്ണാൻ കിട്ടണില്ലേ, ഡ്രസ്സ് എടുത്ത് തരുന്നില്ലേ, വീടില്ലേ, കുട്ടികളില്ലേ, ഞാൻ നോക്കണില്ലേ എന്ന് പറയുന്ന അതിനകത്ത് പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന് പറയുന്നിടത്തുനിന്ന് നമ്മുടെ പ്രശ്നം കണ്ടെത്താനുള്ള ഒരു പ്രശ്നം അനുഭവമുണ്ട്, അതിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് പറയാൻ, സമൂർത്തമായിട്ട് പറയാൻ, ഇതാണ് പ്രശ്നം എന്ന് പറയാൻ സാധിക്കുന്നില്ല. എന്താണ് സ്ത്രീയുടെ സവിശേഷ പ്രശ്നം എന്നുള്ളത് പറയാൻ സാധിക്കുന്നില്ല. തന്നെയുമല്ല, ഒരു ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു സ്ത്രീകളുടെ സംഘടന ആയിരിക്കണത് എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമായിരുന്നു. അങ്ങനെ വരുമ്പോൾ സോഷ്യലിസ്റ്റ് ഫെമിനിസം എന്ന് പറയുന്ന ആ സംഗതിയെക്കുറിച്ചിട്ട് കൂടുതൽ പഠിക്കാനും അറിയാനുള്ള ഒരു ശ്രമം നടത്തി. പിന്നെ സ്ത്രീകളുടെ പ്രശ്നം എന്ന് പറയുന്നത് വർഗപരമായിട്ട് പരിഹരിക്കുക എന്ന ഇടതുപക്ഷത്തിൻ്റെ ഒരു യാഥാസ്ഥിതിക ഇടതുപക്ഷത്തിൻ്റെ യാന്ത്രിക നിലപാട് സ്ത്രീകളുടെ പ്രശ്നം പരിഹരിക്കാൻ സഹായകരമാവില്ല എന്ന ഒരു ചിന്ത പ്രത്യേകിച്ച് കെ വേണു മുന്നോട്ട് വെച്ചു. അത് വർഗേതരമാണ് എന്ന് അതിൻ്റെ ഒരു ടേമിനകത്തേക്ക് അതിനെ കൊണ്ടുവന്നു. സ്ത്രീകളുടെ പ്രശ്നം വർഗപരമാവുന്നതിനൊപ്പം തന്നെ വർഗേതരവുമാണ്. വർഗേതരമാകുന്നത് അത് സോഷ്യൽ ആയതുകൊണ്ടാണ്. സാമൂഹികമായ പ്രശ്നങ്ങൾ, സാംസ്കാരികവും സാമൂഹികവും സദാചാരപരവുമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് സ്ത്രീകൾ ഒരു പക്ഷേ വർഗപരമായി പരിഹരിക്കപ്പെട്ടാലും ഈ അടിമത്തം നിലനിൽക്കും എന്നുള്ളത്. അപ്പം അത് മുന്നോട്ട് വയ്ക്കേണ്ട ഒരു കാര്യം ഇതായിരുന്നു, സ്ത്രീകൾക്ക് സവിശേഷ പ്രശ്നമുണ്ട്, അത് വർഗേതരമായിട്ടേ പരിഹരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വർഗേതരമായി പരിഹരിക്കേണ്ട നിരവധി പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ഒരു വലിയ ഓപ്പണിങ്ങിലേക്കാണ് ആ ചിന്ത കൊണ്ട് എത്തിച്ചത്. ദളിതരുടെ പ്രശ്നം, പരിസ്ഥിതിയുടെ പ്രശ്നം, ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നം, ഇതൊക്കെ തന്നെയും സാമ്പത്തികമായിട്ട് പരിഹരിക്കാൻ പറ്റിയതല്ല, അത് വർഗേതരമായ പ്രശ്നങ്ങളാണ്. അതിനാൽ തന്നെ ഒരു സ്ത്രീ സംഘടന വർഗേതരമായ പ്രത്യയശാസ്ത്രം രൂപപ്പെടുത്തിയിട്ട് വർഗേതരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരും ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു വിമോചന പദ്ധതിയാണ് അതിന് വേണ്ടത് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സ് പതുക്കെ
നമ്മൾ മനസ്സിലാക്കി അലിയിച്ചെടുത്തു. അതും ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് വെച്ചു. അതിനോട് നിലനിന്നിരുന്ന കക്ഷി രാഷ്ട്രീയ പാർട്ടികൾ ആർക്കും യോജിപ്പുണ്ടായിരുന്നില്ല. CPM ഉറച്ച ഇതുണ്ടായിരുന്നു, വർഗ പ്രശ്നമാണ്, ക്ലാസ് പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് അവരുടെ നിലപാടായിരുന്നു. അല്ലാണ്ട് സ്ത്രീകൾക്ക് സവിശേഷമായിട്ടുള്ള പ്രശ്നം ഇല്ല. അത്ഭുതകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് വിപ്ലവ സംഘടനകളടക്കം സ്ത്രീകൾക്ക് സവിശേഷ പ്രശ്നമില്ല എന്നാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് പെരിഫെറിയിലെ പ്രശ്നം മാത്രമാണ്, അത് മുഖ്യധാര പ്രശ്നമല്ല. അപ്പം ഞങ്ങൾക്ക് ചോദിച്ചു, ഞങ്ങൾ 50% വരുന്ന പൗരകളാണ്, ഞങ്ങളുടെ പ്രശ്നം എങ്ങനെയാണ് മുഖ്യധാര പ്രശ്നം അല്ലാതിരിക്കുക എന്നൊരു ചോദ്യം ഉന്നയിച്ചിട്ട് സംവാദങ്ങൾ ഉണ്ടായി. വിപ്ലവ സംഘടനയ്ക്ക് പിന്നെ വേറൊന്ന് ഞങ്ങൾ ചെയ്തത്, സ്ത്രീകളുടെ മുൻകൈയിൽ മാത്രമേ ഈ പ്രവർത്തനം നടത്തുള്ളൂ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വാലായിട്ട് ചെയ്യില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയും വനിതാ വിഭാഗമല്ല. നമ്മൾ സ്വതന്ത്ര സ്ത്രീ വിമോചന സംഘടനയാണ്, അതും സ്ഥാപിച്ചു. അപ്പോൾ ഈ സ്വതന്ത്ര സ്ത്രീ വിമോചന സംഘടന പ്രവർത്തിക്കുക സ്ത്രീകളുടെ മാത്രം പ്രവർത്തനമാണ്. അതിനെ ഹെൽപ്പ് ചെയ്യാൻ ഈ ആശയം ഉൾക്കൊണ്ട ഏത് പുരുഷന്മാർക്കും നമ്മുടെ കൂടെ കൂടാം. അവരുടെ വർഗമോ ജാതിയോ മതമോ ഒന്നും നമുക്ക് ബാധകം അല്ല. അവരുടെ പ്രത്യയശാസ്ത്ര നിലപാടും ബാധകമല്ല. അവരുടെ പ്രധാനമായിട്ട് അവർ മനസ്സിലാക്കേണ്ടത് വർഗേതരമായിട്ട് പരിഹരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ സവിശേഷ പ്രശ്നം സ്ത്രീകൾക്കുണ്ട്, അത് മുഖ്യധാര പ്രശ്നമായിട്ട് തന്നെ കണക്കിലെടുക്കണം എന്നുള്ള ഒരു, പിന്നെ സ്ത്രീകളുടെ മുൻകൈ പ്രവർത്തനങ്ങളെ അംഗീകരിക്കണം. അതായിരുന്നു അന്ന്. അപ്പൊ ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷ സംഘടനകള് സംവാദത്തിനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നോ? അവർ സംവാദത്തെക്കാൾ അധികം ഇത് അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള ഉപായങ്ങളാണ് കൊണ്ടുവന്നത്. ഒന്നാമത് അവർ പ്രചരിപ്പിച്ചത് സ്ത്രീകൾക്ക് ലൈംഗിക സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമാണ് അവർ പറയുന്നത്. പാശ്ചാത്യ പിന്നെ തത്വശാസ്ത്രമാണത്. അപ്പോൾ അതിനൊക്കെ നമ്മൾ അപ്പം മറുപടി കൊടുക്കേണ്ടതുണ്ട്. പാശ്ചാത്യമാണെന്ന് പറയുമ്പോൾ മാർക്സിസം പാശ്ചാത്യമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങും. മനസ്സിലായില്ലേ? മാർക്സിസം ഇവിടുന്ന് പൊട്ടിമുളച്ചുണ്ടായതല്ലല്ലോ. പിന്നെ ഭാഗ്യവശാൽ ഞങ്ങളുടെ ചിന്തകളും സംവാദങ്ങളും വളരെ വേഗത്തിൽ ഇതിങ്ങനെ എന്താ പറയുക നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചു. അത് നന്നായി വായിക്കുന്ന ആളുകളൊക്കെ അതിന് അകത്ത് ഉണ്ടായതുകൊണ്ടാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്ത്രീകളുടെ പ്രശ്നം പറയുമ്പോൾ തന്നെ, സ്ത്രീകളുടെ തന്നെ മുൻകൈയിൽ ഇത് നടക്കണം എന്ന് പറയുമ്പോൾ തന്നെ വിമോചനത്തെക്കുറിച്ചിട്ടുള്ള ഐഡിയാസ് അത് ഗാന്ധിസത്തിൽ നിന്നും സ്വീകരിക്കാം, സോഷ്യലിസത്തിൽ നിന്നും സ്വീകരിക്കാം. എല്ലാ പ്രത്യയശാസ്ത്രങ്ങളിലും എന്ത് പറയുന്നു, സ്ത്രീകളെ പറ്റി എന്ത് പറയുന്നു എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ് എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ വന്നിരുന്നു. അപ്പോൾ സ്ത്രീകൾ ആരോട് കണ്ണി ചേരും, ഇതാണ് ടേം, അതായിരുന്നു. ആരോടാണ് നമ്മൾ കണ്ണി ചേരുക? അത് വലിയൊരു പ്രശ്നമായിരുന്നു. കാരണം പിന്നെ ജാതി മത വർഗ വ്യത്യാസമില്ലാതെ ആർക്കും ഈ സംഘടനയിൽ നിൽക്കാം. അങ്ങനെ വരുമ്പോൾ ഇതിനകത്തെ വർഗവൈരുദ്ധ്യം എങ്ങനെ പരിഹരിക്കും? വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിനകത്ത് വർഗവൈരുദ്ധ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് അന്ന് കത്തി നിൽക്കുന്ന മേരി റോയിയാണ്. അപ്പം ഞാനെപ്പോഴും ക്ലാസ്സിൽ ഉദാഹരണമായിട്ട് പറയും, മേരി റോയ് അവരുടെ വേലക്കാരിയെ പീഡിപ്പിക്കുകയാണ്, ചൂഷണം ചെയ്യുകയാണെങ്കിൽ നമ്മൾ വേലക്കാരിയുടെ കൂടെ നിൽക്കും, മേരി റോയുടെ കൂടെ നിൽക്കില്ല. മനസ്സിലായില്ലേ? അതായിരുന്നു പ്രശ്നം. അതേപോലെ ദളിത് ഒരു ജന്മി ഒരു ഫ്യൂഡൽ സവർണ സ്ത്രീ നമ്മുടെ സംഘടനയിലുണ്ട്. അവൾ ദളിത് സ്ത്രീയോട് പിന്നെ ഇതുപോലെ ചൂഷണത്തിലാണ് മോശമായിട്ടാണ് പെരുമാറുന്നത് വെച്ചാൽ നമ്മൾ ഈ ദളിത് സ്ത്രീയുടെ കൂടെ നിൽക്കും, സവർണ സ്ത്രീയുടെ കൂടെ നിൽക്കില്ല. അങ്ങനെ അത് പരിഹരിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ വൈരുദ്ധ്യം നിലനിൽക്കുമ്പോൾ പോലും ആ വൈരുദ്ധ്യം മറികടന്നുകൊണ്ട് ഈ സവർണ സ്ത്രീക്കും അതുപോലെ തന്നെ മുതലാളി സ്ത്രീക്കും ഈ സംഘടനയുടെ ഭാഗമായിട്ട് ഇവരുടെ ഒപ്പം തുല്യതയിലേക്ക് വരാൻ പറ്റണം. തുല്യനില എന്ന് പറയുന്നത് വേണം. ജാതിപരമായി, സാമ്പത്തികമായി, അതുപോലെ തന്നെ എല്ലാ വർഗപരമായി തുല്യനില എന്നുള്ളത് വരണം. അങ്ങനെയാണത് മുന്നോട്ട് വെച്ചത്. അത് പരിഹരിച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് പുറത്തേക്ക് പോകാം എന്നായിരുന്നു. മനസ്സിലായില്ലേ? ഇതിനകത്ത് ഈ വർഗവൈരുദ്ധ്യം തുല്യനിലയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഇതിനകത്ത് പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർ പോട്ടെ, നമുക്ക് ബാക്കിയുള്ള സംഘർഷങ്ങൾ ഉണ്ടായിരുന്നോ? ഇഷ്ടം പോലെ. മനസ്സിലാക്കാത്തതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. അതായത് ജാതി ഇല്ല എന്ന് പറയുമ്പോഴും ഇപ്പോൾ പോലും ജാതി ഉണ്ടല്ലോ, ശക്തമായിട്ടുണ്ടല്ലോ. അപ്പൊ അന്ന് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികളോട് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾ നിഷ്കളങ്കമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ടീച്ചറെ അതവർക്ക് ദൈവം കൊടുത്തതല്ലേ? മുതലാളിമാർക്ക് അല്ലെങ്കിൽ ജന്മികൾക്ക് അവരുടെ സമ്പത്ത് ദൈവം കൊടുത്തതല്ലേ? അപ്പം നമ്മളെന്താ ചെയ്യാൻ പറ്റുക എന്ന ചോദ്യം ചോദിക്കുന്ന നേരം ആളുകളാണ്. പൊളിറ്റിക്കലി അവയർനെസ് ഉള്ള ആളുകൾ ഞാനടക്കം വളരെ കുറവായിരുന്നു. അപൂർവമായിട്ട് ഇന്ദിരയെ പോലെയുള്ളവരാണ് പൊളിറ്റിക്കലി തിരിച്ചറിവുണ്ടായിരുന്ന ആളുകൾ അതിനകത്ത്. ഇന്ദിര പാർവതി, ഞാനും സുമംഗലക്കുട്ടി ടീച്ചറൊക്കെ ഉണ്ടാക്കി എടുക്കുമായിരുന്നു അകത്തുനിന്ന്. അപ്പോൾ ആ രീതിയിൽ
ഉള്ള ഒരുപാട് നിലപാടുകൾ നമുക്ക് മുന്നോട്ട് വെക്കാൻ ആ സമയത്ത് ടീച്ചറിന്റെ ഉള്ളിൽ നിന്ന് ഈ മതവും വിശ്വാസവും പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ടായിരുന്നു. അല്ല, കാരണം അതൊരു എനിക്ക് കുടുക്ക് കൂടിയാണ്. അതിന്റെ നിരർത്ഥകത എനിക്ക് നേരത്തെ തന്നെ ബോധ്യപ്പെട്ടില്ല. ഞാനതിന് പുറത്തേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ പിള്ളേര് ഗീത ഒരു ഹിന്ദു പയ്യനെ കല്യാണം കഴിക്കുന്നു. അതുപോലെ തന്നെ യാതൊരു തരത്തിലും പള്ളിയുമായിട്ട് പള്ളിയുടെ നിലപാടുകളോട് തർക്കിച്ചുകൊണ്ട് തന്നെ എഴുത്തും പിന്നെ പ്രസംഗങ്ങളൊക്കെ നടത്തും. പള്ളിക്ക് അനഭിമതയായി തീരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. വിശ്വാസം എന്ന് പറഞ്ഞാൽ പള്ളി വിശ്വാസം എനിക്കില്ല. ഞാൻ പള്ളിയെ അല്ല വിശ്വസിച്ചത് ഒരു പക്ഷേ ദൈവത്തെ പോലുമല്ല. ഇപ്പൊ ക്രിസ്തു എന്ത് പറഞ്ഞു അതിനെയാണ് ഞാൻ വിശ്വസിച്ചത്. ഒരു ക്രിസ്തു മതത്തിൽ ജനിച്ചു പോയതുകൊണ്ട് നമ്മൾ അതിനെ ഫോളോ ചെയ്യേണ്ടി വന്നു. നമ്മളാരും ഇച്ഛാപൂർവ്വം അതിലേക്ക് ചെല്ലുന്നതല്ലല്ലോ. ബൈ ബേർത്താണ് നമുക്കതൊക്കെ കിട്ടണത്. പക്ഷെ അതിനകത്ത് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടാത്ത കാര്യങ്ങളെ തള്ളിക്കളയാൻ ആർക്കും പറ്റില്ല, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് പറ്റില്ല. അത് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് എന്നോടുള്ളൊരു ബഹുമാനം എന്ന് പറയുന്നത്. തള്ളിക്കളയേണ്ടി വന്നതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെ അതിനകത്ത് ഒരു കറക്റ്റീവ് ഫോഴ്സ് പോലെ എങ്ങനെ നിൽക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അതിപ്പോൾ പോലെയുള്ള നോവലൊക്കെ എഴുതുമ്പോൾ അതാണ് ഞാൻ അന്വേഷിച്ചത്. ഇത് ഒന്നിനെയും കംപ്ലീറ്റ് തള്ളിക്കളയാതെ എങ്ങനെ ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട് അതിനകത്ത് നിൽക്കാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. തള്ളിക്കളഞ്ഞ് പുറത്തു പോലും വളരെ എളുപ്പമാണ്. പുറത്തു നിന്നിട്ട് ഒറ്റയാൾ പോരാട്ടം നടത്താനും എളുപ്പമാണ്. പക്ഷെ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കറക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. ഇപ്പോൾ ജാതി വിരുദ്ധത എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ പോലും അത് പ്രാക്ടിക്കൽ ആയിരുന്നില്ല. അപ്പോൾ മനുഷ്യ രൂപീകരിക്കപ്പെടുമ്പോഴും ഈ ജാതി മനസ്സുള്ള ആളുകൾ അതിനകത്ത് ധാരാളം ഉണ്ടായിരുന്നിരിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ അവരെ കറക്റ്റ് ചെയ്തെടുക്കാൻ അടിക്കടി ഇത് ജാതി വിരുദ്ധമായ സംഗതി അല്ലെങ്കിൽ ജാതിക്കെതിരായിട്ടുള്ള സംഗതികൾ കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ കൊടുത്തു. അതിനൊന്നും സമയം കിട്ടിയിട്ടല്ല കേട്ടോ. ഇതൊക്കെ ഈ കോളേജിൻ്റെ ഇതിൽ നിന്ന് എടുക്കുന്ന വീടിനെയും ഒക്കെ പീഡിപ്പിച്ചിട്ട് എടുക്കുന്ന സമയമാണിത്. പിന്നെ വായനയുടെ സ്വഭാവം പത്രത്തിലേക്ക് വായനയുടെ സ്വഭാവം അതെ വായന വളരെ ഇപ്പോൾ സിമോൺ ദെ ബൂവയൊക്കെ വായിക്കുന്നത് ആ സമയത്താണ്. വിർജീനിയ വുൾഫ്, സിമോൺ ദെ ബൂവയെ തുടങ്ങിയിട്ടുള്ള മറ്റേ കുറച്ച് പുസ്തകങ്ങൾ, അത്രയും ഫെമിനിസ്റ്റ് പുസ്തകങ്ങളൊക്കെ വായിക്കുന്നതും അതിൻ്റെ ഒരു ഇടിവയ്പ് ഉണ്ടാക്കുന്നു. അങ്ങനെയാണ്. പിന്നെ ഞങ്ങൾ ഒരു മാസിക തുടങ്ങി. മാനുഷി എന്നുള്ള പേരിൽ ഒരു ലീഫ്ലെറ്റ് അല്ല, ചെറിയൊരു ലിറ്റിൽ മാഗസിൻ തുടങ്ങി. അതിലെ സ്ത്രീകൾ എങ്ങനെ വസ്ത്രം ധരിക്കണം എന്നുള്ളതിനെ പറ്റി ഞാനൊരു ആർട്ടിക്കിൾ എഴുതുന്നുണ്ടായി. അതിൽ വസ്ത്രത്തിൻ്റെ ഒരു രാഷ്ട്രീയം കൊണ്ടുവന്നു. എന്തുകൊണ്ട് ഗാന്ധിജി ഖദർ എടുത്തു? അന്ന് ഗാന്ധിജിയുടെ പരിഗണനയിലുണ്ടായിരുന്നത് ഒരു വസ്ത്രമായിരുന്നില്ല, മറിച്ച് ഗുജറാത്തിലെ പരുത്തി കർഷകരായിരുന്നു, നെയ്ത്തു തൊഴിലാളികളായിരുന്നു. അപ്പോൾ ഗാന്ധിജിയുടെ ഒരു വസ്ത്രം പരുത്തി കർഷകർക്കും നെയ്ത്തു തൊഴിലാളികൾക്ക് അന്നമായി മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മുടെ വസ്ത്രത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അത് വളരെ പ്രധാനമായിരിക്കണം. 2, അന്തസ്സായിട്ട് വസ്ത്രം ധരിക്കുക എന്നുള്ളതല്ലാതെ ഇന്ന വസ്ത്രം ധരിക്കണം എന്നുള്ളത് സ്ത്രീകളോട് നിർബന്ധിക്കാനേ പാടില്ല. അന്തസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളോടുള്ള ബഹുമാനമാണ്. ഞാൻ എഴുതിയതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നമുക്ക് നമ്മളോട്, നമ്മുടെ ശരീരത്തോട്, നമ്മുടെ സത്തയോട് ഒക്കെയുള്ള നമ്മുടെ ബഹുമാനത്തിനനുസരിച്ച് വസ്ത്രം ധരിക്കുക. പിന്നെ എന്ന് വെച്ച് ഒരു കുട്ടിക്ക് എക്സ്പോസ് ചെയ്തിട്ട് വസ്ത്രം ധരിക്കുന്നതാണ് അവളോടുള്ള ബഹുമാനമെങ്കിൽ അതിനെ തടയേണ്ട കാര്യമൊന്നുമില്ല. ലെഗിൻസ് ഇടരുതെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരുന്നില്ലേ ഇപ്പോൾ ഇവിടെ? ഇപ്പോൾ ലെഗിൻസ് ഇടാത്ത ആളുകളില്ല. അപ്പോൾ അത് അങ്ങനെയല്ല വസ്ത്രധാരണത്തിനിത്. പിന്നെ തല നിവർത്തിപ്പിടിച്ച് നടക്കുക എന്ന ഒരു ആഹ്വാനം ചെയ്തിട്ട് വേറൊരു സാധനം എഴുതണ്ടായി. നട്ടെല്ല് നിവർത്തി തല ഉയർത്തി കണ്ണുകളിലേക്ക് നോക്കി എന്നൊക്കെയാണ് അന്നത്തെ മുദ്രാവാക്യം. തല കുനിച്ച് നടക്കേണ്ടവളല്ല പെണ്ണ്. നഖം കൊണ്ട് എഴുതുക എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ തല്ലിക്കളയണം. അതൊന്നുമല്ല. ഒരു സ്ത്രീയുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കണമെങ്കിൽ നമ്മൾ നട്ടെല്ല് നിവർത്തി നിൽക്കണം, തല ഉയർത്തിപ്പിടിക്കണം, കണ്ണിലേക്ക് നോക്കി സംസാരിക്കണം, ഒപ്പത്തിനൊപ്പം. കാരണം നമ്മൾ തുല്യരാണല്ലോ, നമ്മൾ തുല്യരാണ്. ടീച്ചറിന്റെ ബോഡി ലാംഗ്വേജിലും എനിക്ക് ആദ്യം ഉണ്ടത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ എൻ്റെ ഫാദർ എനിക്ക് തന്നുള്ള ഉപദേശം കുട്ടിയായിരിക്കുമ്പോൾ തന്നെ സത്യസന്ധമായിരിക്കുക. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് തല കുനിക്കേണ്ടി വരും. അതിനാൽ നട്ടെല്ല് നിവർത്തി തല ഉയർത്തി മുഖത്ത് നോക്കി സംസാരിക്കുക എന്നപ്പം പറയും. കണ്ണിലേക്ക് നല്ലതാണ്. ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അയാളുടെ മുഖത്ത് നോക്കി സംസാരിക്കണം. അവിടേക്കും നോക്കുന്ന കള്ളലക്ഷണം എന്നപ്പം പറയും. ഞാൻ സംസാരിക്കുമ്പോൾ നീ എൻ്റെ മുഖത്ത് നോക്കണം, നീ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ അതിൽ കള്ളലക്ഷണം, നീ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. അങ്ങനെ പറഞ്ഞതെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളൊക്കെ അത് ശീലിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു ആത്മവിശ്വാസം കൂടി വരുമ്പോൾ
അപ്പം അന്ന് നമ്മൾ വളരെ അപക്വമായ രീതിയിൽ എന്താണ് ഫെമിനിസം എന്നുള്ളതിനെ കുറിച്ചിട്ട് എഴുതുന്നുണ്ടായി. പിന്നെ നമ്മൾ അതിലെ വലിയൊരു അന്വേഷണം നടത്തിയത് ഫെമിനിസം ഒരൊറ്റ ഒരു സംഗതിയല്ല, ഏകശിലാരൂപത്തിലുള്ള ഒന്നല്ല. കാരണം പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഫെമിനിസം എന്ന് പറയുന്നത് പല വിഭാഗങ്ങൾ അനുഭവിക്കുന്നത് പല തരത്തിലുള്ള പ്രശ്നമാണ്. ഇപ്പം ആശാ സമരത്തിൽ നമുക്ക് നോക്കാം, സമരം ചെയ്യുന്നത് സ്ത്രീകളാണ്, പക്ഷേ അതിൽ 50% ദളിത് സ്ത്രീകളാണ്. അപ്പോൾ സ്ത്രീകളായിരിക്കുക തന്നെ രണ്ടാം തരം അവസ്ഥയാണ്. ദളിതയായിരിക്കുക എന്ന് പറയുമ്പോൾ ഒന്നുകൂടി അങ്ങനെയായി. ഇനി ഒരു ട്രാൻസ്ജെൻഡർ അതിനകത്തുണ്ടെങ്കിൽ അത് ഒന്നും കൂടിയായി. അപ്പോൾ അതേപോലെ തന്നെ വിവിധ ജാതി, മതം, ഭാഷ, ദേശം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വ്യത്യസ്തങ്ങളാണ്. അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളെ ഒരൊറ്റ പരിഹാരം കൊണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ ടോട്ടാലിറ്റി, ഇൻ്റർസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി കൂടി നേരിയ തോതിൽ വളരെ വിശദമായിട്ടുള്ള അർത്ഥത്തിലല്ല അത് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ഇടയും. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ ഇതെല്ലാം തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ തരത്തിലും അതൊരു വലിയ ആവേശത്തിൻ്റെ വർഷങ്ങളായിരുന്നു. അന്വേഷണങ്ങൾ, പഠനങ്ങൾ, എഴുത്ത്, പഠനം, കൂട്ടായ്മ, പഠിപ്പിക്കുക. പട്ടാമ്പി കോളേജിൽ ഇത് തുടങ്ങിയിട്ട് ആദ്യം ആയിട്ട് നമ്മൾ ചെയ്തത് ഒരു കേരളത്തിലെ ഈ ഐഡിയാസ് ഉള്ള കുറേ പേര് പ്രവർത്തിക്കുന്നുണ്ട്, അപ്പോൾ അവരെ വിളിച്ചു കൂട്ടുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ശശിര അച്ഛൻ്റെ സ്കൂളിൽ, വാവന്നൂർ സ്കൂളിൽ ആദ്യമായിട്ട് മാനുഷിയുടെ നേതൃത്വത്തിൽ ഒരു കേരളത്തിൽ നിന്നുള്ള 100ഓളം സ്ത്രീകൾ പങ്കെടുത്ത ആദ്യത്തെ ഒരു മീറ്റിംഗ് നടന്നത്. അത് ചരിത്രരേഖയാണ്. ആ സ്കൂളിലാണ് അത് നടന്നത്. ആ സ്കൂളിൽ നിന്ന് പിന്നെ ആ മീറ്റിംഗ് കഴിഞ്ഞ് പോയിട്ട് ഒരു അന്ന് വലിയ സംവാദങ്ങളും ചർച്ചകളൊക്കെ നടന്ന് ഇവിടുന്ന് പോയതിൻ്റെ ശേഷം അതിന് മുമ്പ് തിരുവനന്തപുരത്ത് പ്രചോദന എന്നുള്ള പേരിൽ നമ്മുടെ ജയശ്രീയുടെയൊക്കെ ഡോക്ടർ ജയശ്രീയുടെയൊക്കെ സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. അവർ വലിയൊരു ശക്തിയായിരുന്നു അന്ന് വന്നപ്പോൾ. ഞങ്ങൾക്കൊന്നും അറിയില്ല, ടീച്ചേഴ്സിനൊന്നും അറിയില്ല. അപ്പോൾ അവരാണ് പറഞ്ഞത് പേപ്പർ വെക്കണില്ലേ എന്ന് ചോദിച്ചത്. അപ്പോൾ ഞങ്ങൾ പേപ്പറോ എന്താണെന്ന് അറിയില്ലേ, പേപ്പറൊന്നും തയ്യാറാക്കിയില്ല. അപ്പോൾ അവരെന്തോ ഒരു പേപ്പർ വെച്ചു, അതിൻ്റെ മുകളിൽ ചർച്ച നടന്നു. അന്ന് അജിതയൊക്കെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് അങ്ങനെയാണ്. ഈ വന്നവരിലധികവും ഈ വിപ്ലവ വിദ്യാർത്ഥി സംഘടനകളുടെ അല്ലെങ്കിൽ വിപ്ലവ സംഘടനയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ അതിൻ്റെ സഹയാത്രികരായിരുന്ന സ്ത്രീകളായിരുന്നു. അതല്ലാതെ സ്ത്രീ എന്നുള്ള നിലയിൽ തിരിച്ചറിവ് നേടിയിട്ടുള്ള കുറേ സ്ത്രീകൾ, ഉദ്യോഗസ്ഥകൾ, ഇപ്പോൾ പാലക്കാട് നിന്നൊക്കെ അങ്ങനെ കളക്ടറേറ്റിൽ നിന്നൊക്കെയുള്ള കുറേ സ്ത്രീകൾ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ തന്നെ രമ എന്നൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നേഴ്സ്, അങ്ങനെ കുറേ പേര് ആ രീതിയിൽ അവബോധത്തോടുകൂടി വന്നവരുണ്ടായിരുന്നു. അതായത് ഒരു കലർപ്പായിരുന്നു, മനസ്സിലായില്ലേ? പലതിൻ്റെയും ഒരു കലർപ്പായിട്ടാണ് ആ 100 പേര് വന്നത്. മതത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നു. ഇപ്പോൾ ലെസ്ലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ത്രീ അന്നത്തെ ലിബറേഷൻ മൂവ്മെൻ്റ് ഉണ്ടായല്ലോ, പിന്നെ തിയോളജിയുടെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിരുന്ന കുറേ സ്ത്രീകൾ, കുറേ ദളിത് സ്ത്രീകൾ അങ്ങനെയൊക്കെയായിരുന്നു. അതിന് ശേഷം ഇവിടുന്ന് പോയിട്ട് അജിത പോയി ബോധന എന്ന് പറഞ്ഞ സംഘടന കോഴിക്കോട് തുടങ്ങി. ബോധനയാണ് ആദ്യമായിട്ട് ലൈംഗിക തൊഴിലാളികളെ തെരുവിലിറക്കിയത്, വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത്. കുഞ്ഞിബീര മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അജിതയാണ് ഈ ലൈംഗിക തൊഴിലാളി സ്ത്രീകളെ സംഘടിപ്പിച്ച് കോഴിക്കോട് നഗരത്തിൽ കൂടെ ഒരു വലിയ പ്രകടനം നടത്തിയത്. അത് ചരിത്രപരമായൊരു സംഭവമാണ്. അവർ അതുവരെ ഇരുട്ടിൻ്റെ സന്തതികളായിരുന്നു. അവർ പട്ടാപ്പകൽ വെളിച്ചത്തിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ തൃശ്ശൂർ പിന്നെ ഷീനയൊക്കെ ഒരു സംഘടന ഉണ്ടാക്കി. അതേപോലെ കെ വിയുടെ നേതൃത്വത്തിൽ, കെ വിയുടെ ഭാര്യ മണിച്ചേച്ചിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു സംഘടന ഉണ്ടായി. പിന്നെ ലെസ്ലിയുടെ നേതൃത്വത്തിൽ കോട്ടയം ഇവിടെ ഉണ്ടായി. മിനി സുകുമാരൻ, അങ്ങനെയുള്ള മിനി സുകുമാരൻ പിന്നീട് വന്നാന്ന് തോന്നുന്നുണ്ട്. അവരുടെയൊക്കെ നേതൃത്വത്തിൽ കോട്ടയത്ത് ഉണ്ടായി. തിരുവനന്തപുരത്ത് ഓൾറെഡി ഉണ്ട്. പിന്നെ ദേവി എന്ന് പറയുന്നൊരു പെൺകുട്ടിയുടെ ഇതിൽ വടക്ക് പയ്യന്നൂർ ഒക്കെ ഒരു സംഘടന ഉണ്ടായി. അവരൊക്കെ ഒരു നിലയ്ക്ക് അല്ലെങ്കിൽ വേറൊരു നിലയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമാണ്. വിപ്ലവ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അല്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഭാഗമായിരുന്നു. അങ്ങനെയുള്ള സംഘടനകളുടെ രൂപീകരണം നടന്ന അവർ അതത് പ്രദേശങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അതിൻ്റെ പിന്നാലെയാണ് അഖിലേന്ത്യ ഒരു സമ്മേളനം കോഴിക്കോട് നടന്നിട്ടുള്ളത്. അതെ, വലിയൊരു സംഭവമായിരുന്നു, വലിയൊരു കൂട്ടായ്മയായിരുന്നു. അങ്ങനെയാണ് ഇതിൽ മാനുഷിയെ കേന്ദ്രീകരിച്ച അക്കാദമിക തലത്തിലാണ്. കാരണം സ്വാഭാവികമായിട്ടും കോളേജാണല്ലോ, കോളേജ് വിദ്യാർത്ഥികളാണ്. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞതിൽ നിന്ന് നേരെ വിപരീതമായ ഒരു അനുഭവത്തിലേക്ക് അത് പോയി എന്നുള്ളതാണ്. അതായത് ഒരു വിപ്ലവ പാർട്ടിയുടെയും ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ തുടങ്ങി വെച്ചത്. അല്ലെങ്കിൽ നമുക്ക് നേരെ വിപ്ലവ പാർട്ടിയുടെ വനിതാ വിഭാഗം ആയാൽ മതിയല്ലോ, സ്വതന്ത്ര സ്ത്രീ വിമോചന സംഘടന എന്ന് പറയണ്ടല്ലോ.
അന്ന് വിപ്ലവ പാർട്ടികൾ തന്നെ ഇത് പെരിഫറിൽ ഇഷ്യൂ മുഖ്യധാരയല്ല എന്ന് പറഞ്ഞ ഒരു നിലപാടാണ് അവർക്ക് ഉണ്ടായിരുന്നത്. എന്തന്നെയുമല്ല, സ്ത്രീ വിമോചന ആശയങ്ങൾ പലതും വിപ്ലവ പാർട്ടിയിലെ സഖാക്കൾക്ക് തന്നെ ദഹിക്കുന്നുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ലൈംഗികതയുടെ രാഷ്ട്രീയം. നമ്മളന്ന് ചർച്ച ചെയ്ത ലൈംഗികതയുടെ രാഷ്ട്രീയം 2 കാര്യങ്ങളാണ്. ഒന്ന്, എന്താണ് ലൈംഗിക സ്വാതന്ത്ര്യം, എന്താണ് ലൈംഗിക അരാജകത്വം. ഇത് രണ്ടും അവിടെ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ സംഘടനയ്ക്കുള്ളിൽ ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ ലൈംഗിക സ്വാതന്ത്ര്യം ലൈംഗിക സ്വയം നിർണയാവകാശമായിട്ട് ബന്ധപ്പെട്ടതാണ്. ലൈംഗിക അരാജകത്വം എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റിക്ക് വിതയ്ക്കാവുന്ന നാശം വിതച്ചുകൊണ്ട് ഒരുപക്ഷെ ലൈംഗികതയെ അതിനുവേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഏത് എടുക്കുമ്പോഴും ഫസ്റ്റ് നമ്മുടെ നിലപാട് എന്ന് പറയുന്നത് നമ്മളൊരു സോഷ്യൽ ബീയിങ് ആണെന്നുള്ളതാണ്. അപ്പോൾ സോഷ്യൽ ബീയിങ്ങിന് കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. അവരവരെ സ്വയം നിർണ്ണയിക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ സൊസൈറ്റിയെ നിലനിർത്താനുള്ള, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഹാനികരമാകാത്ത രീതിയിൽ ഉള്ള ഒരു സ്വാഭാവികമായും ഹാനികരമാവും. സ്വയം തീരുമാനമെടുക്കുമ്പോൾ സൊസൈറ്റിയിലെ സ്ഥാപനങ്ങൾ പൊളിഞ്ഞു പോകും എന്ന് നമുക്കറിയാം. ആദ്യം പൊളിയ കുടുംബം ആയിരിക്കും, സ്ത്രീ പുരുഷ ബന്ധം പൊളിയും, പ്രണയം പൊളിയും, സ്വാഭാവികമായും അത് പൊളിയും. അത് പൊളിയേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അപ്പോൾ പുതിയ ഒന്ന് രൂപപ്പെടുകയും ചെയ്യും. ഈ പുതിയ ഒന്ന് രൂപപ്പെടുന്നതിലാണ് നമ്മളുടെ ശ്രദ്ധ വേണ്ടത്. എന്തിനാണ് നിങ്ങൾ പൊളിക്കുന്നത്? നിലനിൽക്കുന്നതിനേക്കാൾ ബെറ്റർ ഒന്നും ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ പൊളിക്കരുത്. അതൊക്കെയാണ് അന്നത്തെ ചർച്ച ചെയ്യുന്നത്. ഇപ്പം നിലനിൽക്കുന്ന സിസ്റ്റം, കുടുംബം എന്ന് പറയുന്ന സിസ്റ്റം ജനാധിപത്യപരമല്ല, അധികാര വ്യവസ്ഥയിൽ അധിഷ്ഠിതമാണ്, പുരുഷ മേധാവിത്വപരമാണ്. ശരി, നമ്മളിതിന് ഇല്ലാതാക്കിയാൽ സ്ത്രീ മേധാവിത്വപരമായൊരു കുടുംബം വേണോ? വേണ്ട. ഒരു മേധാവിത്വം പാടില്ല. ജനാധിപത്യപരമായ തുല്യതയിൽ അധിഷ്ഠിതമായ സ്ത്രീ പുരുഷ ബന്ധം നിർമ്മിക്കാനായിരിക്കണം നമ്മൾ പൊളിക്കുന്നത്. അതൊക്കെയാണ് ഈ അരാജകത്വമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചിന്തകൾ ഉയർന്നു വന്നത്. അവരൊരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തും എഴുതി. അപ്പോ ടീച്ചറിന്റെ എഴുത്തതിന്റെ പാരലായിട്ട് നടക്കുന്നുണ്ടല്ലോ. അതില് സാഹിത്യത്തോടുള്ള ടീച്ചറിന്റെ കാഴ്ചപ്പാട് മാറിയോ? അതായത് ഫിക്ഷൻ ആണല്ലോ എഴുതിയിരുന്നത്. ഫിക്ഷൻ റൈറ്റിംഗില് ഈ പറയുന്ന പൊളിറ്റിക്സ് കടന്നു വരേണ്ടത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ മാറിയിട്ടുണ്ടോ? അതായത് അതില് അന്ന് 2 തരത്തിലാണ് ഞാൻ എൻ്റെ എഴുത്തിനെ നിർവചിച്ചത്. അതായത് ഒന്ന്, എനിക്ക് എന്താ പറയുക, ഒരു സാഹിത്യകൃതി, അതിലേക്ക് ഈ ഒരു സ്ത്രീയുടെ ഒരു വിമോചനത്തിലധിഷ്ഠിതമായിട്ടുള്ള സത്ത കടത്തിവിടാൻ സാഹിത്യ മൂല്യമുള്ളൊരു കൃതിക്കകത്തുള്ള സാധ്യത. മറ്റൊന്ന്, പ്രചരണപരമായിട്ടുള്ളൊരു സംഗതി. അതായത് ഇത് മനുഷ്യൻ മനസ്സിലാക്കണം. നാടകം ഉപയോഗിച്ചതുപോലെ, പ്രൊപ്പഗൻഡ, നാടകം ഉപയോഗിച്ചതുപോലെ നമുക്ക് കഥകളോ കവിതകളോ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ഈ ആശയം എത്തിക്കണം. അപ്പോൾ പാപത്തറ പോലെ ഓരോ എഴുത്തുകാരിയുടെ ഉള്ളിലും പോലെയുള്ള കഥകളല്ല. ആ കഥകൾക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ സാഹിത്യ മൂല്യമുണ്ട്. നേരെ മറിച്ച് ഞാൻ വേറെ അല്ലാത്ത കുറേ കഥകൾ എഴുതിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ അത് ആവശ്യമായിട്ട് എനിക്ക് തോന്നിയത്, ഞാൻ പ്രസംഗിക്കുന്നത് പോലെ, ഞാൻ പാട്ട് പാടുന്നത് പോലെ, ഞാൻ നാടകം എഴുതുന്നത് പോലെ, ഞാൻ നാടകം പ്രചരിപ്പിക്കുന്നത് പോലെ ഈ ഒരു മീഡിയം ഉപയോഗിക്കാം എന്നുള്ളതായിരുന്നു. അതൊരു കാലയളവ് ഞാൻ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ആ കാലയളവ് കഴിഞ്ഞു. അത് ആ പ്രചരണാർത്ഥം ഉള്ള ഒരു കാലയളവ്. ആ കാലയളവിന് ശേഷം അത് കഴിഞ്ഞു. പക്ഷെ അത് നിർഭാഗ്യമായിട്ട് എൻ്റെ തലക്കടിച്ച് വീണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സാർട്ടിസ്റ്റ് എഴുതുന്നത് മുഴുവനും ഇതാണ്, അത് വായിക്കേണ്ടതില്ല എന്ന പോലെയുള്ളൊരു ചിന്ത പല വായനക്കാരിലും ഉണ്ടായി. അത് പക്ഷെ കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ വായന, എഴുത്ത് തിരിച്ചറിഞ്ഞ് വായിക്കുന്ന ഒരു തലമുറ വരിക തന്നെ ചെയ്യും. സരസ്വതിയമ്മയൊക്കെ ചവിട്ടി താഴ്ത്തപ്പെട്ടതാണ്, വീണ്ടെടുത്തില്ലേ? അതിന്റെ ഭാഗമായിട്ടാണോ മെയ്ദിലിന്റെ കഥയ്ക്കുള്ള ഒരു മറുപടി കഥ എഴുതുന്നത്? അതെ, ഉടലൊരു ചൂടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ മെയ്ദിലിന്റെ ഗംഭീര കഥയാണത്. പക്ഷെ ആ കഥ കഥയ്ക്ക് അതിൻ്റെ നരേഷനും അതിൻ്റെ ഭാഷയും ശൈലിയും വളരെ പ്രധാനമാണ്. അതാണ് കഥ എന്ന് പറയാം. പക്ഷെ ഉള്ളടക്കവും അതുപോലെ പ്രധാനമാണ്. മനസ്സിലായില്ലേ? ആ ഉള്ളടക്കത്തിനെ, അപ്പോൾ ഞാൻ മറ്റ് മെയ്ദിലീയൻ ആയ ഭാഗങ്ങൾ മുഴുവൻ മാറ്റി നിർത്തിയിട്ട് ഉള്ളടക്കത്തിലേക്ക് പോകുമ്പോൾ റേപ്പ് എന്ന് പറയുന്നൊരു ക്രൂരകൃത്യത്തെ, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കുറ്റകൃത്യത്തെ, ഒരു നിഗൂഢാത്മക അധികാരപ്രയോഗത്തെ നിഗൂഢാത്മക സൗന്ദര്യമുള്ള ഒരു സാധ്യതയാക്കി മാറ്റി. അതാണ് ഞാൻ കഥ ചോദ്യം ചെയ്തത്. കാരണം പള്ളിക്കകത്തെ നിശബ്ദത ഒരു സിറ്റുവേഷനായിരുന്നു എന്നാണ്. ചൂഴ്നില എന്ന് പറഞ്ഞ സിറ്റുവേഷനാണ്. റേപ്പിന് അനുകൂലമായൊരു സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ടാണ് കോകില റേപ്പ് ചെയ്യപ്പെട്ടതെന്നാണ്.
സിറ്റുവേഷൻ ഒരു ചൂഴ്നില എന്നാണ് കഥയുടെ പേര്. റേപ്പിന് അനുകൂലമായ സിറ്റുവേഷൻ. അയാൾ മാത്രമേ അവിടെയുള്ളൂ, ഈ പെൺകുട്ടി മാത്രമേ ഉള്ളൂ. അവിടെ ഒരു പള്ളിക്കകത്തതുപോലുള്ളൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. റേപ്പ് ചെയ്യപ്പെടാൻ അനുകൂലമായൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു എന്ന് അവിടെയും ഞാൻ സമ്മതിക്കായിരുന്നു. മേഖല എഴുതിയ അവസാനം ബലാത്സംഗത്തിൻ്റെ അങ്ങേയറ്റത്തെ നിമിഷങ്ങളിൽ ഏകപക്ഷീയമല്ലാത്ത ഒരു അനുഭവത്തിലൂടെ കടന്നു പോവുകയാണെന്ന് കോകിലേക്ക് തോന്നി. മനസ്സിലായി? അത് സമ്മതിക്കാൻ പറ്റില്ല. അത് ആണുങ്ങൾക്ക് മനസ്സിലാവില്ല. അത് ആളുകൾക്ക് മനസ്സിലാവില്ല. ആണുങ്ങൾക്ക് റേപ്പ് അവള് രുചിക്കും എന്നാണ് വിചാരം. അവരുടെ വിചാരം അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഉടലെന്നെ ചൂഴുമ്പോൾ എന്ന് പറയുന്ന ഒരു മറുകഥ എഴുതിയത്. ആ മീറ്റിങ്ങിൽ മേതിൽ അത് കേട്ടോണ്ട് മുഴുവരിക്കുണ്ടായിരുന്നു. പിന്നീട് മേതിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പെങ്ങളെ മാപ്പ് എന്ന് പറയും. സാറ പെങ്ങളെ തന്നെ വിളിക്കുക. അപ്പോൾ പറയും, സാറ പെങ്ങളെ അന്ന്. പിന്നെ മാതൃഭൂമിയിലെ ഇൻ്റർവ്യൂവിലൊക്കെ അദ്ദേഹം അത് ഏറ്റു പറയുകയുണ്ടായി. കാരണം അതറിയുന്നില്ല. സെക്സിനെ ആണധികാരത്തിൻ്റെ മേഖലയിൽ വെച്ചിട്ടേ പരിചയമുള്ളൂ. ഒ വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസത്തിലും അത് തന്നെ സംഭവിക്കുന്നത്. സെക്സിനെ ആണധികാരത്തിന്റെ മേഖലയിൽ വെച്ച് മാത്രം അനലൈസ് ചെയ്യാനേ അവർക്ക് സാധിക്കുള്ളൂ. മറിച്ചൊരു ചോദ്യം ഉയർന്നു വന്നിട്ടില്ല. മറിച്ചൊരു ചോദ്യം ഉയർന്നു വരുമ്പോൾ ഈ കഥകളായാലും ഈ കാഴ്ചപ്പാടുകളായാലും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുമല്ലോ. അങ്ങനെയാണ് ആ കഥ ഉണ്ടായത്. ഈ റേപ്പ് അല്ലെങ്കിൽ പലപ്പോഴും സെക്സ്, എപ്പോഴും അല്ല ഞാൻ പറയുന്നത്, ഈ അധികാര പ്രയോഗത്തിന്റെ റിസീവിങ് എൻഡിൽ നിൽക്കുന്ന ഒരാളായി മാത്രമാണ് സ്ത്രീകൾ എപ്പോഴും നിലനിൽക്കുന്നത്. കർത്തൃത്വം ഇല്ല. പക്ഷെ കാലം മാറുന്ന സമയത്ത് അത് മാറുന്നുണ്ടോ, അതോ മാറാനുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ? ഞാൻ പറയട്ടെ, ഇതൊന്നും ഈ ആശയങ്ങളൊന്നും ഉൾക്കൊള്ളാതെ ന്യൂജൻ പിള്ളേരുടെ ഉള്ളിൽ അതുണ്ട് എന്തായാലും. പുതിയ കുട്ടികളെ നമ്മൾ നോക്കിയാൽ പെൺകുട്ടി ആൺകുട്ടി അവര് തുല്യ നിലയിലാണ് അത് കൈകാര്യം ചെയ്യുന്നതാണ് എൻ്റെ. അതായത് ഈ നേരത്തെ പറഞ്ഞ പോലെയാണ് ശരീരഭാഷ മാറി. ലജിച്ച് തലകുണിച്ച് അങ്ങനെ വരുന്നോളും ഇങ്ങനെ വരുന്നോളും ഇല്ല. കുട്ടി ട്രൗസർ ഇട്ട് അവൻ്റെ ഒപ്പം നടക്കുന്നവരേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അവൻ്റെ ഒപ്പം അവനെപ്പോലെ തന്നെ ഉള്ള ഒരു സ്വത്വബോധം വളർത്തിയെടുത്ത കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാത്തിലും കർത്തൃത്വമുണ്ട്. ആ കർത്തൃത്വം അവർ വീണ്ടും പിടിച്ചെടുത്തിരിക്കുകയാണ്. ആർജിച്ചതാണ്. അവരാർജിച്ചതെന്ന് പറയാൻ പറ്റില്ല. അവരുടെ മുമ്പത്തെ തലമുറ ആർജിച്ചത് കൊണ്ട് അവരിൽ സ്വാഭാവികമായിട്ട് വന്നു ചേർന്നിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ മനസ്സിലായില്ലേ, അവർക്ക് കല്യാണം വേണ്ടെന്ന് അവർ തീരുമാനിച്ച 30 വയസ്സ് വരെ അവർ സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കും. പിന്നെ വേണമെങ്കിൽ ഒരു ഫാമിലി ഉണ്ടാക്കണമെന്ന് തോന്നിയാൽ ഓക്കെ കല്യാണം. പക്ഷേ ഞാൻ ഭക്ഷണം വെക്കണമെങ്കിൽ നീ പാത്രം കഴുകണമെങ്കിൽ ഞാൻ തുണിയിലക്കാം. ഈ രീതിയിലുള്ള ഒരു പങ്കുവെക്കലിൻ്റെ ഒരു തിരിച്ചറിവ് ബോയ്സ് അതിലേക്ക് എത്തിയിട്ടുണ്ട്. ആൺകുട്ടികൾ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഓരോരുത്തരായിട്ടും അതെ, ചെറിയ വിഭാഗമെങ്കിലും അങ്ങനെ എത്തിയിട്ടുണ്ട്. അധികാരപ്രയോഗത്തിൻ്റെ ആണത്തം ഉണ്ടല്ലോ, ആണത്ത ഭാഷ, അതിന് കുറച്ചൊന്ന് ഒരു മാറ്റം പുതിയ കുട്ടികളിൽ കണ്ടുവരുന്നു. തുല്യത അവരെ അംഗീകരിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിചാരം. നമ്മളുടെ കൺവെട്ടത്തുള്ള കുട്ടികളെ വെച്ചുകൊണ്ടാണ് വിലയിരുത്തുന്നത്, സാമാന്യമല്ലാതെ. ഈ ടീച്ചറിന്റെ ഞാൻ എപ്പോഴും ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരു സംഭവം, അതായത് ടീച്ചർ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പട്ടുസാരി ഉടുക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളിൽ നിന്ന് മാറി ടീച്ചറിന്റെ വേഷം മാറുന്നുണ്ട്, ടീച്ചറിന്റെ രൂപഭാവം അലങ്കാരങ്ങൾ മാറുന്നുണ്ട്, മുടി ഭയങ്കരമായിട്ട് മാറുന്നുണ്ട്. അതിനെ കട്ട് ചെയ്യുന്ന സമയത്ത് ടീച്ചറുടെ കഥകളിലൊക്കെ മുടിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ചുരുണ്ട മുടിയും കോലൻ മുടിയും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റി പോലും ടീച്ചർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ മുടി കട്ട് ചെയ്യുന്നതോടുകൂടി ഇതിന് പല സ്റ്റഡീസും വന്നിട്ടുണ്ടല്ലോ. നമ്മുടെ വൈകാരികമായിട്ടുള്ള ഡിപ്രഷൻ മൂഡിലൊക്കെ പെൺകുട്ടികൾ മുടി കട്ട് ചെയ്യുന്നത്, അതിൽ നിന്ന് പുറത്തു കടന്ന് മേക്ക് ഓവർ നടത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന അങ്ങനെ ചെയ്യുന്നുണ്ട്. സത്യവുമാണത്. നമ്മൾ പലപ്പോഴും മുടി വെട്ടുന്നത് ഒന്ന് മാറാൻ വേണ്ടിയിട്ട്, ഉള്ളിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതി ഉണ്ട്. അതിന്റെ സൗകര്യവും ഉണ്ട്. അപ്പൊ ഈ മുടി കട്ട് ചെയ്യുന്ന വേഷത്തിൽ തന്നെ മാറിയ ഒരു സാറ ടീച്ചറും അതിന് മുമ്പ് ഉണ്ടായിരുന്ന സാറ ടീച്ചറും അതിന്റെ ഒരു ബോഡി ലാംഗ്വേജിലൊക്കെ വന്നിട്ടുള്ള ഒരു മാറ്റം എന്താ? അതിലെ മുടി വെട്ടുക എന്നുള്ളത് ഒരു പ്രശ്നവൽക്കരിച്ച ഒരു സമയം പട്ടാമ്പി കോളേജിലുണ്ടായിരുന്നു. മുടിവെട്ട് അത് ഞാനല്ല, അത് പ്രൊഫസർ സുമംഗലക്കുട്ടിയാണ്. ഒരു ദിവസം രാവിലെ ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുമ്പോൾ പ്രൊഫസർ സുമംഗലക്കുട്ടി ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ്. ടീച്ചർ മുടി മുറിച്ച് ഇരിക്കുകയാണ്. ഉടനെ പ്രശ്നമായി. മുടി മുറിച്ചു എന്നുള്ളത് മാനുഷികകത്ത് വലിയൊരു ചർച്ചയായി. അത് ചെയ്യാൻ പാടുണ്ടോ, അല്ലെങ്കിൽ അത് പട്ടണ പരിഷ്കാരം അല്ലെങ്കിൽ പാശ്ചാത്യ ഫെമിനിസത്തിന്റെ അല്ലേ എന്ന രീതിയിൽ മാനുഷിക കുട്ടികൾ തന്നെ വലിയ ചർച്ചയായി.
അത് ആലോചിക്കണം. മാനുഷികത്താണ് ഈ ചർച്ച നടക്കുന്നത്. പാശ്ചാത്യ ഫെമിനിസ്റ്റ് മാതൃക അംഗീകരിച്ചുകൊണ്ടാണ് പിന്നെ ആണുങ്ങളെ പോലെ ആവലല്ല ഫെമിനിസം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത് അമ്മാവൻ മീശ വെച്ച അമ്മായി, അമ്മായി മീശ വെച്ച അമ്മാവനാവില്ല എന്ന ഉദാഹരണമാണ്. പല പല ഉദാഹരണങ്ങളുണ്ട്, രസകരമായ ഉദാഹരണങ്ങളുണ്ട്. അമ്മായി മീശ വെച്ച അമ്മാവനാവില്ല, അമ്മാവനാവേണ്ട കാര്യം അമ്മായിക്കില്ല. അതാണ് അതിന്റെ ബാക്കി ഭാഗം. അമ്മായി അമ്മായി ആയിട്ടിരുന്നാൽ മതി, അമ്മാവൻ അമ്മാവനായിട്ടിരുന്നോട്ടെ, അതാണ്. പക്ഷെ അമ്മായി പൂർണ്ണമായിട്ട് അമ്മായി ആവാൻ എന്തൊക്കെ വേണം, അതാണ് ചോദിക്കുക. അപ്പോൾ ഇത് മുടി മുറിച്ചത് പാശ്ചാത്യ ഫെമിനിസ്റ്റുകൾ അനുകരിച്ചുകൊണ്ടാണ്, ആണുങ്ങളെ പോലെ ആവാനാണ്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേയധികം ചർച്ചകൾ അന്ന് നടക്കുന്നുണ്ട്. സത്യത്തിൽ ഞാൻ മുടി മുറിച്ചത് വിമോചന ശാസ്ത്രത്തിൽ ഊന്നിയിട്ടൊന്നുമല്ല. ഞാൻ മുടി മുറിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര കൈവേദന വന്നു. അപ്പോൾ ആ മുടിയുണ്ട്, മല്ലരെ പോലത്തെ ഈ കാട് പിടിച്ചിട്ട് ജട മുടിയാണ്. അപ്പോൾ അത് ഒരു വശം ചീന്താൻ എനിക്ക് ആരെയും സഹായം വേണ്ട. ഈ ഭാഗത്തേക്ക് കയ്യെത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിള്ളേരെ വിളിക്കേണ്ടി വരും. പിന്നെ വേറൊന്ന് റിട്ടയർ ചെയ്ത പിറ്റേ ദിവസം സാരി മാറ്റിവെച്ചു, ചുരിദാർ ഇട്ടു. റിട്ടയർ ചെയ്തതിൻ്റെ പിന്നാലെ ഞാൻ മുടി മുറിച്ചു. അത് എൻ്റെ സൗകര്യത്തിൻ്റെയും അതുപോലെ തന്നെ മുടി മുറിച്ചത് തീർച്ചയായിട്ടും ഞാൻ ഈ പ്രശ്നം കൊണ്ടാണ്. പക്ഷേ ഡ്രസ്സ് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. സാരി ഔദ്യോഗികമായിട്ട് സാരി ഉടുക്കണം എന്ന് നിർബന്ധമുണ്ടായിരുന്ന ആ ഒരു സമയത്താണ് എൻ്റെ കോളേജ് ജീവിതം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടെ വേറൊരു വേഷം ധരിക്കാൻ അനുവാദമില്ല. മോഡസ്റ്റ് ആയിരിക്കണം എന്ന് മാത്രമേ നിയമത്തിൽ പറയുള്ളൂ. നിങ്ങളുടെ ഡ്രസ്സ് മോഡസ്റ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ ചുരിദാർ ഇടുക മാത്രമല്ല, ചുരിദാർ ഇടണം എന്ന് പറഞ്ഞുകൊണ്ട് പിള്ളേരെ ഇളക്കി വിട്ടു. അങ്ങനെ സംഗീത ആദ്യമായിട്ട് അപ്പോയിൻമെൻറ്റ് വാങ്ങിയിട്ട് വടക്കാഞ്ചേരി കോളേജിൽ ജോയിൻ ചെയ്യാൻ പോയപ്പോൾ ചുരിദാർ ഇട്ട് പോയി. ഒന്ന് സംഗീത തലമുറയിൽ നിങ്ങളുടെ കുട്ടികൾ സാരി ഒന്നും ഉടുത്തിട്ടില്ലല്ലോ അധികം. നിങ്ങൾ ഈ കുഞ്ഞു പാവാടിയും സംഗതികളൊക്കെ ഇട്ട് നടന്നിട്ടുള്ള കുട്ടികളല്ലേ, ജീൻസും ഇതൊക്കെ ഇട്ടിട്ട്. സംഗീത ചുരിദാർ ഇട്ട് പോയത് വലിയ ഇഷ്യൂ ആയി അവിടെ വടക്കാഞ്ചേരി ഗവൺമെൻറ് കോളേജിൽ. അവിടുത്തെ പ്രിൻസിപ്പൾ എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ ചേച്ചിയാണ്. എനിക്കറിയാം, നല്ലോണം അറിയുന്ന കുട്ടി. ആ കുട്ടി എന്നെ വീട്ടിൽ വന്നു, ടീച്ചറെ ഒന്ന് സംഗീതോട് പറഞ്ഞപ്പോൾ സംഗീതയ്ക്ക് വാശി കയറി. സംഗീത പറഞ്ഞു ഞാൻ സാരി ഒന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഈ +2 ബോർഡിൽ ഇതിലൊക്കെ എഴുതുമ്പോൾ ഈ ചെക്കന്മാർ എൻ്റെ വയറും എൻ്റെ മുതുകും കാണണമെന്നും എനിക്ക് പറ്റില്ല. എനിക്ക് ആകെ കംഫർട്ടായിട്ടുള്ള വേഷം ഇതാണ്. ടീച്ചറെ ഒന്ന് പറയണം സംഗീതോട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് അതിലെ പ്രശ്നം എന്നൊന്ന് രമ പറയേ. അപ്പോൾ ടീച്ചർ പറഞ്ഞു അല്ല, പ്രശ്നം ഉണ്ടായിട്ടല്ല, എന്നാലും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. സംഗീതം വയറ് കാണിക്കാത്തതുകൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടോ? അതാണോ എല്ലാവർക്കും ബുദ്ധിമുട്ട്? അല്ല, അവിടുത്തെ ജെൻസൊക്കെ പറഞ്ഞു, ആ ജെൻസിന് ഇതാണോ പ്രശ്നം? കാണുന്നില്ല എന്നുള്ളതാണോ പ്രശ്നം? ടീച്ചർ അത് നല്ല ഭംഗിയുള്ളൊരു വേഷമല്ലേ, എവിടെയും നമ്മൾ കാണില്ല. കുട്ടിയുടെ മുമ്പിലൊക്കെ നമുക്ക് മാന്യമായിട്ട് നമ്മുടെ ശരീരം മറച്ച് നമുക്ക് മാന്യമാണെന്ന് നമുക്ക് തോന്നുന്ന ബോധ്യത്തിൽ ചെയ്യാലോ എന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞാലും ടീച്ചർ സമ്മതിക്കില്ല. ടീച്ചർ സങ്കടത്തോടു കൂടി പോയി. എന്നിട്ട് പറഞ്ഞത് വലിയ കേസും പുലിവാലും ആവും. ടീച്ചർ കേസ് കൊടുത്തോ, ഞാൻ നേരിട്ടോളാം. സംഗീതം മാറ്റിയില്ല. അതേപോലെ പി ഗീത മലപ്പുറം കോളേജിലേക്ക് എന്നെ വിളിച്ചു, ടീച്ചറെ ഞാൻ ചുരിദാറിട്ട് പോട്ടെ, നീ ചുരിദാറിട്ട് ധൈര്യമായിട്ട് പോകും, നമുക്ക് പറഞ്ഞത് നേരിടാം. പക്ഷെ MA ബേബിക്ക് പ്രഖ്യാപിക്കേണ്ടി വന്നാൽ MA ബേബിയാണ് വിദ്യാഭ്യാസ മന്ത്രി, ചുരിദാർ ഇട്ടോളാൻ പറഞ്ഞു. അങ്ങനെ മന്ത്രി പറഞ്ഞിട്ടാണ് പെണ്ണുങ്ങൾ ചുരിദാർ ഇടുന്നതെന്ന് ആലോചിക്കണം. അതൊക്കെ വേറെ. അപ്പോൾ വേഷത്തിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെ ഒരു നിലപാട് തന്നെ എടുക്കണം. നിലപാട് എടുത്ത് തന്നെ നമ്മൾ ചേഞ്ചസ് കൊണ്ടുവരണം. അതാണ് സാഹിത്യത്തിലെ ആദി എന്ന് പറഞ്ഞൊരു നോവൽ ടീച്ചർ എഴുതിയിട്ടുണ്ട്. ടീച്ചറുടെ തുടക്കം മുതലുള്ള നോവലുകളിൽ വെള്ളത്തോടുള്ള ടീച്ചറിന്റെ ഒരു സംഗതിയുണ്ട്. ഒരു തരം പ്രണയം എന്നല്ല പറയുന്നത്, ഒരു ഭയങ്കരമായ അഫിനിറ്റി വെള്ളത്തിനോട് കാണിക്കുന്നുണ്ട്. എഴുത്തിലൊക്കെ കാണുന്നുണ്ട്. ഇപ്പൊ ഈ വീട്ടിലേക്ക് കടന്നു വരുമ്പോഴും മുമ്പില് ഭയങ്കര തണുപ്പും ഒരു കുഞ്ഞു കുളവും അതില് മീനും വെള്ളമുണ്ട് നിറച്ച്. വെള്ളത്തിന്റെ അത് ചെറുതിലേ വന്നിട്ടുള്ള ഒരു സംഗതിയാണോ? വെള്ളത്തിലേക്ക് ബൈബിളിലെ റെഫറൻസിലൊക്കെ വെള്ളം ഭയങ്കരമായിട്ട് കടലും കായലും ഒക്കെ വരുന്നുണ്ട്. വെള്ളത്തിന് എങ്ങനെയാണ്? ആ വെള്ളത്തോട് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല്, ഒന്ന് ഞങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ കുളങ്ങളോ അതൊക്കെ ഒന്നും കാണാനില്ല. അപ്പോൾ കുട്ടിയിലെ ആലാഹയുടെ പെൺമക്കളത് എഴുതിയിട്ടുണ്ട്. കുളിക്കാൻ പോകുന്ന ഒരു കിണർ ദൂരെ വെള്ളം വറ്റുമ്പോൾ ചൗരീര കിണർ എന്ന് പറയും. അവിടെ മതിലിട്ട് അടച്ചത്, അവിടേക്ക് കുളിക്കാൻ പോകും. അപ്പം ഞാൻ എനിക്ക് കിണറിൽ നോക്കി നിൽക്കുന്നത് ഭയങ്കര ഒരു ഹര. എൻ്റെ അമ്മയൊക്കെ കുറെ തല്ലുകൊണ്ടുണ്ട്. ഈ കിണറിൻ്റെ മതിലില്
കിടന്നിട്ട് നമ്മൾ കുട്ടികൾ ഇങ്ങനെ നോക്കി കിടക്കും. അതിൽ നിലാവ് വീഴുന്നത് നോക്കാൻ രാത്രി പോവും, വെളിച്ചം കാണാൻ പോവും, അല്ലെങ്കിൽ തന്നെ വെള്ളം ഇളകണത് കാണാൻ പോവും. അപ്പൊ അമ്മ ഒരിക്കൽ കിണറ്റിൽ വീണിട്ടുണ്ട്. ഈ ഇത് പൊട്ടിയിട്ട് കെട്ടണ തുടിയില്ലേ, അത് പൊട്ടിയിട്ട് അമ്മ മറിഞ്ഞു വീണുണ്ട്. അമ്മയ്ക്ക് ആ പേടിയുണ്ട്. അപ്പൊ ഞാനിതിങ്ങനെ പോയി കമഴ്ന്ന് കിടക്കുന്ന കാണുമ്പോൾ അമ്മയുടെ തല്ലൊക്കെ കൊള്ളും. വെള്ളത്തോടെ എന്തോ ഒരു ഭ്രാന്തമായ ഒരു ആവേശം ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടെ അവിടുത്തെ കിണറ്, അതുപോലെ അവിടെ കൊക്കർണി എന്ന് പറഞ്ഞ സാധനമുണ്ട്, അപകടകരമാണത്. ആ കൊക്കർണി, അതുപോലെ അപ്പുറത്തേക്കാണെങ്കിൽ തോട്, പാടം, ഇതിനോടൊക്കെ ഭയങ്കര ഒരു ആകർഷണമായിരുന്നു, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേപോലെ തൃശ്ശൂർ പോകുമ്പോൾ ഇപ്പോൾ ശോഭ സിറ്റി ഇരിക്കുന്ന സ്ഥലം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഏരിയ ആയിരുന്നു. മഴ പെയ്യുന്ന സമയത്ത് രണ്ട് ഭാഗത്തും വിതുമ്പി റോഡിലേക്ക് വെള്ളം ഇങ്ങനെ വരുന്ന വിശാലമായ പാടങ്ങളായിരുന്നു അത്. ഈ വെള്ളം, പിന്നെ ആദ്യം എഴുതാനുള്ള കാരണം 2 തരം വാട്ടർ ബോഡീസാണ്. ഒന്ന് നശിപ്പിക്കപ്പെട്ടത്, ഒന്ന് നശിപ്പിക്കപ്പെടാൻ പോകുന്നത്. ഇപ്പം ഈ വളന്തകാടുള്ള ഈ പിന്നെ അതിലെ ആ ശുദ്ധജല അത് വളന്തകാട് ദ്വീപാണ്. ആ ദ്വീപിലെ വെള്ളം അത് നികത്താനാണ് 13 നിയമങ്ങൾ വയലേറ്റ് ചെയ്തിട്ട് ശോഭ സിറ്റിക്ക് തന്നെയാണെന്ന് തോന്നുന്നു അത് ടൗൺഷിപ്പ് ആക്കാനായിട്ട് അനുവാദം കൊടുത്തു. അന്ന് അവിടെ ഭയങ്കര സമരമൊക്കെ ആയിരുന്നു. ഞാനതിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഏക്കറുകളുള്ള നമ്മുടെ ചക്കങ്കണ്ടം കായൽ അത് പൊള്യൂട്ടഡ് ആയി കഴിഞ്ഞു. ഒരിക്കൽ അതിൽ വീണാൽ മനുഷ്യൻ മലം മൂക്കിലും ചെവിയിലൊക്കെ കയറിയിട്ട് ചത്തുപോകും. അതേപോലെ അട്ടിക്കണക്കിന് അതിൻ്റെ മുകളിൽ കെട്ടി കണ്ടൽക്കാടുകളൊക്കെ നശിച്ച് ആ പ്രദേശത്തെ ആളുകൾക്ക് അതിലെഴുതിയത് അക്ഷരാർത്ഥത്തിൽ ശരിയാട്ടോ. കല്യാണം കഴിച്ച് ഇവിടുന്ന് ഒരു പെൺകുട്ടിയെ അങ്ങോട്ട് കൊണ്ടുപോയേക്കാം, പക്ഷെ ഒരു മനുഷ്യൻ പോലും ഇവിടേക്ക് വരില്ല എന്നുള്ളത്. വെള്ളം കുടിക്കില്ല അവിടെ വന്നാൽ ആ വീട്ടുകാരുടെ ഈ മാലിന്യം കാരണം കൊണ്ട്. ഞാനവിടെ സമരത്തിൻ്റെ ഭാഗമായിട്ട് ചെന്നിട്ട് എന്നെ കാലുമുട്ടാനൊന്നും അവർ സമ്മതിച്ചില്ല. ടീച്ചറെ ഭയങ്കരമായിട്ട് ചൊറിയും. അപ്പോൾ അവിടെ അതിനൊരു ഡോക്യുമെൻ്ററി എടുത്തു ജോർജ് മാഷ്, ഡോക്യുമെൻ്ററി ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട്. എന്നിട്ട് വഞ്ചി മറിഞ്ഞിട്ട് മാഷ് പറയുക, മറക്കാൻ പറ്റില്ല അനുഭവം. ആ മനുഷ്യൻ മരിച്ചുപോയി, ഞാൻ ആലോചിക്കുന്നു. മറക്കാൻ പറ്റില്ല അനുഭവം. മലമൂത്രാദികൾ ഇങ്ങനെ വന്ന് നമ്മളെ ഇതാക്കണേ. അതുപോലെ ജീവജാലങ്ങൾ മുഴുവൻ ചത്തുപോയി, കടൽക്കാടുകൾ നശിച്ചു, മീനില്ല, ജന്തുക്കളില്ല, യാതൊന്നുമില്ല, ഡെഡായി ആ കായൽ. അപ്പോൾ ഈ 2 വാട്ടർ ബോഡീസ് വെച്ചിട്ടാണ് ആദ്യം എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ വെള്ളം ജീവനാണല്ലോ. അപ്പോൾ ഉണ്ടായതല്ലേ. പിന്നെ തന്നെയല്ല, എനിക്ക് സൗന്ദര്യത്തിൻ്റെ ഒരു വെള്ളത്തിൻ്റെ അനക്കമൊക്കെ, എനിക്ക് സൗന്ദര്യത്തിൻ്റെ ഭയങ്കര ഓളങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇതാണ്. മഴ, ഓളങ്ങൾ, കുട്ടിയിലെ മഴയൊക്കെ ഇങ്ങനെ ഈ മഴ പെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലെ റാലിക്കലേ ഇങ്ങനെ വീണ് പോള വരുമല്ലോ. ഇപ്പോഴൊന്നും ഇല്ല, ടെറസ് വീടുകളിലൊന്നും അതില്ല, ഓടുമെന്ന് വീഴുമ്പോൾ. ഈ പാരിസ്ഥിതിക ബോധം എന്ന് പറയുന്നത് ഒരു പ്രധാന അത് ആ കാലഘട്ടം രൂപീകരിച്ച മനുഷ്യരിൽ ഉറപ്പായിട്ടും ആ പാരിസ്ഥിതിക ബോധം മറ്റെല്ലാ തുല്യ നീതിബോധത്തോടൊപ്പം തന്നെ ഉണ്ടായി വന്നിട്ടുള്ള ഒരു സംഗതിയും കൂടിയിട്ടാണ്. ടീച്ചറുടെ എഴുത്തിൽ ഈ ഡിസ്പ്ലേസ്ഡ് ആയി പോകുന്ന മനുഷ്യരെ കുറിച്ചും ആലാഹയിൽ തുടങ്ങുന്നുണ്ട്. അതിൽ അവിടെ നിന്ന് തൊട്ടേ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള മനുഷ്യർ ഇപ്പോൾ ഏറ്റവും അവസാനം ബുദ്ധിനിയിൽ വരുമ്പോഴും അത് തന്നെയാണ്. വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മനുഷ്യരെ അവരുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് പറിച്ചു കളയുന്നത് എന്നുള്ളതാണ്. എഴുത്ത് രാഷ്ട്രീയ പ്രവർത്തനമാകുന്നത് സാഹിത്യത്തോടൊപ്പം അങ്ങനെയും കൂടിയിട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണോ പുതിയ എഴുത്തുകളെ കാണുന്നത്? ടീച്ചർ സ്വയം എഴുത്തിനെ ഒരു ആക്ടിവിസ്റ്റ് ആയിട്ടാണോ എഴുത്തുകാരിയായിട്ടാണോ വിലയിരുത്തുക? എഴുതുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആക്ടിവിസ്റ്റ് ഇല്ല, എഴുത്തുകാരിയേ ഉള്ളൂ. നമ്മൾക്ക് ഇതൊക്കെ അറിയാം. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സൈലന്റ് വാലി സമരം വരെ ഒരു പാരിസ്ഥിതിക അവബോധം നമുക്കില്ല, കേരള ജനതയ്ക്കില്ല. സൈലന്റ് വാലി സമരം വരെ. കാരണം വെച്ചാൽ ഓൾറെഡി നമുക്ക് സമ്പന്നമായിട്ടുള്ള ഒരു പരിസ്ഥിതി ഉണ്ട് ജീവിക്കാൻ കേരളത്തിന്. പച്ചപ്പും കാടും പരിസ്ഥിതിയും വെള്ളവും മഴയും എല്ലാം നമുക്കുണ്ട്. പക്ഷേ ഈ ചൂഷണം പെരുകി അത് വല്ലാതെ നാശാവുന്ന ഒരു സാഹചര്യത്തിലാണ് ആദ്യമായിട്ട് സൈലന്റ് വാലി കാടുകൾക്ക് വേണ്ടിയിട്ടുള്ള സമരം രൂപീകരിക്കപ്പെടുന്നത്. ആ ആദ്യത്തെ സമരത്തിൽ അയ്യപ്പ പണിക്കർ, സുധർമ്മ ടീച്ചർ അടക്കം ഇവിടുത്തെ സമുന്നതരായിട്ടുള്ള എഴുത്തുകാർ, സാംസ്കാരിക പ്രവർത്തകർ, ശാസ്ത്രജ്ഞർ, വിദ്യാഭ്യാസ പ്രവർത്തകരൊക്കെ പങ്കെടുത്തു. സൈലന്റ് വാലി അന്ന് സംരക്ഷിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അന്ന് സംരക്ഷിക്കപ്പെട്ടത് കൊണ്ട് ഈ ആഗോളതാപനത്തിനുള്ള നമ്മുടെ കേരളത്തിൻ്റെ ഒരു വലിയ ഉത്തരം ആയിട്ട് അതവിടെ നിലനിൽക്കുന്നുണ്ട്. അതുവരെ നമുക്കുണ്ടായിരുന്ന ധാരണ എന്ന് പറയുന്നത് പ്രകൃതി നമ്മുടെ ലാംഗ്വേജിൽ കൂടെ സഞ്ചരിച്ചാൽ തന്നെ അത് കാണാൻ പറ്റും, ഭാഷ മാത്രം നോക്കിയാൽ മതി. അതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പ്രകൃതിയെ
പ്രകൃതിയെ ചൂഷണം ചെയ്ത്, പ്രകൃതിയെ കറന്നെടുത്ത്, പ്രകൃതിയെ കീഴടക്കി, പ്രകൃതിയെ മെരുക്കി, ഇങ്ങനെയുള്ള പ്രകൃതിയുമായി മല്ലിട്ട്, അങ്ങനെയുള്ള ടേംസ് ധാരാളം നമ്മുടെ ഇതിൽ കാണാൻ കഴിയും. അല്ല 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 അതിനുശേഷം ഈ അവബോധം വരുന്നതോടുകൂടി അങ്ങനെ പറയാൻ നമുക്ക് പറ്റില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കന്യാവനം എന്ന് പറയുന്ന വാക്ക്, ആ വാക്കിൻ്റെ തെറ്റാണ് ഒന്ന്. രണ്ടാമത് വിഷകന്യക എന്ന് പറയുന്ന പൊറ്റക്കാടിൻ്റെ നോവല്, അത് അന്ന് നിലനിന്നിരുന്ന ഒരു പരിസ്ഥിതി മനുഷ്യൻ്റെ ഉപഭോഗത്തിന് വേണ്ടി മാത്രമുള്ളതാണ് എന്ന ഹ്യൂമൻ സെൻറ്റേർഡ് ആയിരുന്നു, മെയിൽ സെൻറ്റേർഡും ആയിരുന്നു അത്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് പരിസ്ഥിതി നമ്മൾ തന്നെയാണെന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് അല്ലെങ്കിൽ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ പതുക്കെ സഞ്ചരിച്ചെത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് നമുക്ക് ഇപ്പോൾ വൈലോപ്പിള്ളിയുടെ തന്നെ ഞാനെപ്പോഴും പറയാറുള്ളത്, വൈലോപ്പിള്ളിയുടെ സർപ്പക്കാവ് എന്ന് പറയുന്നൊരു കവിതയുണ്ട്. അന്ന് ശാസ്ത്രത്തിന് ഭയങ്കര പ്രാധാന്യമാണ്, ശാസ്ത്രാവബോധത്തിന്, യുക്തിബോധത്തിന് പ്രാധാന്യമാണ്. അതുകൊണ്ട് ഈ സർപ്പക്കാടുകളൊക്കെ വെട്ടി തീയിട്ടിട്ട് അവിടെ വാഴയും ചേമ്പും ചേനയും കാച്ചിലും വെക്കുക മനുഷ്യന് വേണ്ടിയാണ്. മനുഷ്യന് വേണ്ടി തന്നെയാണ് കാവുകൾ നിലനിൽക്കേണ്ടത്. അതല്ല ചിന്തിക്കുന്നത്, മനുഷ്യൻ്റെ ഉപഭോഗത്തിന് വേണ്ടിയിട്ട് പ്രയോജനകരമായി ഇത് ചെയ്യുക എന്നുള്ളതാണ്. അത് മനസ്സിലാവുന്നില്ല. വയലാർ പിന്നെ കവിത എഴുതുന്നു, മനുഷ്യൻ ഞാൻ ദിഗന്ധങ്ങളെ വർപ്പിച്ചുകൊണ്ട് ഞാൻ ഇതെൻ്റെ ജൈത്രയാത്ര തുടങ്ങുന്നു, ഞാനാണ് മനുഷ്യൻ, എല്ലാം കീഴടക്കും, അതെ അജയ്യനാണ് ഞാൻ എന്നുള്ളതാണ്. ഇതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ പ്രകൃതി നമ്മളെ തിരിഞ്ഞ് ദോഷങ്ങൾ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങി. ആ ദോഷങ്ങൾ ഭീകരമായിട്ട് അനുഭവിക്കാൻ തുടങ്ങി. പ്രളയങ്ങളായാലും ഭയങ്കര തീപിടുത്തങ്ങളായാലും ക്ലൈമറ്റ് ചേഞ്ച്, ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനം. ഇപ്പം നമുക്ക് പ്രകൃതിയെ മെരുക്കി എന്നുള്ളൊരു വാക്ക് പറഞ്ഞാൽ അട്ടിക്കൊടുക്കേണ്ടി വരും അല്ലേ? അതാണ്. അപ്പോൾ ആ ഒരു തിരിച്ചറിവുണ്ടാകുമ്പോൾ കൃതികളിൽ അത് പ്രതിഫലിക്കും. അത് സ്വാഭാവികമായിട്ടും അത് പ്രതിഫലിക്കും. അതെങ്ങനെ ലിറ്റററി ആക്കാം എന്നുള്ളിടത്താണ് വെല്ലുവിളി. എഴുത്തുകാരി എന്നുള്ള നിലയിൽ അതിനെ എങ്ങനെ നിങ്ങളെ ഒരു നിങ്ങളുടെ അനുഭൂതികളിലേക്ക് അതിനെ എങ്ങനെ കൊണ്ടുവരാം, അതൊരു വെല്ലുവിളിയാണ്. എല്ലാ കാലത്തും ഉയർന്നു വന്നിട്ടില്ലേ? ഇതോട് കണക്ട് ചെയ്തിട്ട് ഞാൻ ചോദിക്കാം, എഴുത്തുകാര് ആക്ടിവിസ്റ്റുകളാവേണ്ടതുണ്ടോ? എഴുത്ത് തന്നെ സ്വയം സംസാരിക്കില്ലേ? പൊളിറ്റിക്കലി നമ്മൾ കറക്റ്റ് ആവേണ്ടതുണ്ടോ? അത് നമ്മളുടെ ചിന്തകളെ, വികാരങ്ങളെ ഒക്കെ തടയില്ലേ? അതല്ലല്ലോ വേണ്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷെ ടീച്ചറുടെ എഴുത്തുകള് അങ്ങനെയല്ല വേണ്ടത് എന്ന് കൃത്യമായ ഉത്തരം പറയുന്ന എഴുത്തുകളാ. എന്തുകൊണ്ട് അങ്ങനെ ആവാൻ പാടില്ല? നമ്മൾ കൃത്യമായ രാഷ്ട്രീയ അവബോധവും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും എന്തുകൊണ്ട് ഉണ്ടാവണം? അത് സ്വാഭാവികവുമാണല്ലോ. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഒരു ഉത്തരം എന്നുള്ള രീതിയിൽ ഉള്ളതിനേക്കാൾ പാരിസ്ഥിതിക ആഘാതം എന്നുള്ള രീതിയിലാണ് അതിനെ കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആദിയിലെ ദിനകരൻ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം ഒരു മിത്ത് ആണ് അതിൻ്റെ ഭാഗം. അയാളിങ്ങനെ ഒഴുകി വരികയാണ്, ഒരു തമ്പുരാൻ ഒഴുകി വരികയാണ്. ആ ആളുകൾക്ക് അതേ ഉള്ളൂ, വേറെ അമ്പലം പള്ളിയും സാധനങ്ങളൊന്നുമില്ല. ഈ തമ്പുരാൻ ഒഴുകി വന്ന ഈ ശവമാണ് അവരുടെ ദൈവം. അപ്പം തന്നെ ദൈവസങ്കല്പം പൊളിഞ്ഞുപോയി. പായൽ കെട്ടി തെറുത്ത രീതിയിൽ ഒഴുകി വന്ന ഒരുതിനെ പിടിച്ചിട്ട് ദൈവമാക്കി മാറ്റുകയാണ്. അതിൻ്റെ അവസാനത്തിൽ ദിനകരൻ എന്ന് പറയുന്ന ഈ വൻ പ്രകൃതി ചൂഷകരോട് മല്ലിട്ട മനുഷ്യനും കൊല്ലപ്പെട്ട് പായൽ ഒഴുകി വരികയാണ്, തെറുത്ത് കെട്ടി ഒഴുകി വരികയാണ്. അപ്പം ഈ രണ്ട് സംഭവങ്ങൾ, ഈ മിത്തും ഇതുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് ആദിയിലെ കഥാപാത്രം ഒഴുകി വരുന്നത്. പക്ഷെ അതിൻ്റെ ഇടവേളകളിൽ ഞാനത് ഡോക്യു ഫിക്ഷൻ പോലെ എഴുതിയത്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് നിത്യചൈതന്യത്തിലെ കത്ത് അതിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ നിന്നുള്ള വിഖ്യാതമായിട്ടുള്ള 2-3 സമരങ്ങളുടെ ചരിത്രം അതിലേക്ക് കൊണ്ടുവന്നത്. അതൊരു ഡോക്യു ഫിക്ഷൻ ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷെ ബുധനിയിൽ വരുമ്പോൾ അങ്ങനെയല്ല. ബുധിനി എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ അനുഭവ തലത്തിൽ വെച്ചുകൊണ്ട് ഉള്ള ഒരു വ്യാഖ്യാനം ആയിട്ടാണ്. പല നിലയിൽ നമുക്കത് നോക്കാം. ഈ നോവലുകളെ കഥ മാതിരി അല്ലല്ലോ, ഒരുപാട് വർക്ക് അതിൻ്റെ പുറകിൽ ഉണ്ട്. കഥേൻ്റെ ഒരു ശില്പഭംഗിയൊക്കെ നമുക്ക് പറയാം എന്നൊക്കെ. എന്തെങ്കിലും നോവൽ ഭയങ്കര ബൃഹത്തായ അതിനോർത്തൊരു പണിയുണ്ട്, എഫേർട്ട് ഭീകര. ടീച്ചറിൻ്റെ നോവലുകൾ 8-9 അത്രയും നോവലുകളിൽ ഈ എഫേർട്ട് എത്രത്തോളം ഉണ്ട്? വളരെ കൂടുതലാണ്. അത് ഈസി ആയിട്ടുള്ള പണിയല്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരുപക്ഷെ എനിക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റിയത് ആദ്യത്തെ 3 നോവലുകളാണ്. കാലഘട്ട പെൺമക്കൾ, മാറ്റാത്തി, ഓതപ്പ്. അതെൻ്റെ ജീവിത പരിസരവും ജീവിതത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരായിട്ടുള്ള കഥാപാത്രങ്ങളും നിലനിൽക്കുന്ന അതൊക്കെയാണ്. പിന്നെ ഞാൻ അതും അടുത്തു, എനിക്ക് തൃശ്ശൂർ ഭാഷയിലുള്ളതും അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയത് ഊരുകാവിൽ എഴുതാനാണ്, രാമായണം.
അപ്പോൾ അംഗദൻ എന്ന് പറയുന്ന വളരെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രത്തെ കേന്ദ്രത്തിൽ വെച്ചുകൊണ്ടാണ് ആ നോവൽ എഴുതുന്നത്. അപ്പോൾ അതിനൊരുപാട് വായനയും ഒരുപാട് റെഫറൻസ് ആവശ്യം വന്നു. പല പല രാമായണങ്ങളെ പറ്റിയുള്ള വായനകൾ അതൊക്കെ ചെയ്യേണ്ടി വന്നു. അതിൽ നിന്ന് വേണ്ടി വന്നു കിഷ്കിന്ധാകാന്ഡം എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിനെ വളരെ ആഴത്തിൽ പഠിച്ചിട്ട് എനിക്കത് എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് മൃഗം അല്ല, കിഷ്കിന്ധയിലെ വാനരന്മാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവർ മൃഗങ്ങളല്ല എന്നും ആ വാനരം അവരുടെ ടോട്ടം മാത്രമായിരുന്നു എന്നുള്ള ഫാദർ ഫുൽക്കയുടെ നിലപാടിനെ ഞാൻ അംഗീകരിച്ചത്. അതിനെ ഞാൻ അംഗീകരിച്ചു. അങ്ങനെയാണ് അത് എഴുതുന്നത്. ഒരു രാജ്യം, അതിലെ പിന്നെ നേതാക്കൾ, അവർ നടത്തുന്ന യുദ്ധങ്ങൾ, അവരുടെ കലാപങ്ങൾ, അവരുടെ സംസ്കൃതി, അതൊക്കെ കുരങ്ങന്മാർക്കില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ കുരങ്ങന്മാർക്കും ഉണ്ടാവണ്ടേ. അപ്പോൾ അതൊരു ജനതയാണ്. ആ ജനതയുടെ മേലെ അവരുടെ ടോട്ടത്തിൻ്റെ പേരിൽ അത് അറിയപ്പെടുന്നു. പിന്നെ ആ ജനത അന്നത്തെ പ്രബലമായ ഗോത്രത്തെ പോലെ അല്ലാത്തത് കൊണ്ട് അവർ തരംതാണവരായിട്ട് ജാതി വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അങ്ങനെയത് സവർണവർണ്ണ വ്യത്യാസത്തിൽ ഇവരെ തരംതാണവരായിട്ടും മൃഗതുല്യരായിട്ടും കണക്കാക്കിയിട്ടുണ്ടാവാം. മനസ്സിലായില്ലേ? ഇപ്പോൾ അയോധ്യയിൽ നിന്ന് വന്നവർ അവരങ്ങനെയാണ് കണക്കാക്കിയുള്ളത്. അതിലൊരു പക്ഷെ അവരുടെ രൂപം, അവരുടെ നിറം ഒക്കെ ബാധകമായിരിക്കും. മനസ്സിലായില്ലേ? അവരുടെ ആചാര മര്യാദകളൊക്കെ ബാധകമായിരിക്കും. അപ്പോൾ ആ രീതിയിലാണ് ഊരുകാവൽ എഴുതിയത്. നല്ല സമയം എടുത്തിട്ടാണ് ഊരുകാവൽ എഴുതിയത്. ബുധനിക്കും നല്ല പോലെ റെഫറൻസ് വേണ്ടിയത്. ഏറ്റവും കൂടുതൽ വേണ്ടിയത് കറക്കാണ്. ഏറ്റവും കൂടുതൽ വേണ്ടിയത് കറക്കാണ്. 4 കൊല്ലം എടുത്തു ഞാൻ കറ എഴുതാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഏറ്റവും അവസാനം എഴുതിയത് കറയാണല്ലോ. കറയാണ്. ബൈബിളിലേക്കാ പോയെ, പഴയ നിയമത്തിലേക്ക് പോയെ. അതിന്റെ ഓർമ്മ കിടക്കുന്നത് കുട്ടിയായിരിക്കുമ്പോഴുള്ള പഴയ നിയമത്തിലാ. ക്രിസ്തുവിനോടുള്ള ടീച്ചറിന്റെ അപ്രോച്ചില് ഈ കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെയാ മാറിയിട്ടുള്ളത്? ക്രിസ്തുവിനോടുള്ള അപ്രോച്ചില് ക്രിസ്തു കൂടുതൽ ഞാൻ അടുക്കുക ചെയ്തത്. കാരണം നമ്മൾ ബുദ്ധനെ വായിക്കുന്നു, അംബേദ്കറുടെ ഭരണഘടന വായിക്കുന്നു, നമ്മളിവിടുത്തെ ദളിത് സമരങ്ങൾ അറിയുന്നു, ദളിതരുടെ ജീവിതം അറിയുന്നു, മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കുന്നു. ദരിദ്രരോടും പിന്നെ വിഹീനരായിട്ടുള്ള മനുഷ്യരോടും അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിനോടും ഒക്കെയുള്ള പൊതുസമൂഹത്തിൻ്റെ അവഗണനയും അതുപോലെ തന്നെ ഏറ്റവും മോശപ്പെട്ട മനോഭാവവും നമ്മൾ അറിയുന്നു. ഇതൊക്കെ ക്രിസ്തുവിൽ എങ്ങനെ? അതിനൊക്കെ ക്രിസ്തുവിൽ ഉത്തരമുണ്ടെന്ന് മാത്രമല്ല, അതിനോടൊക്കെ എങ്ങനെ വേണം എന്നുള്ളതിനെ പറ്റിയിട്ട് ക്രിസ്തുവിന് നിലപാടുകളുണ്ട്. സ്ത്രീയോട് മാത്രമെന്നല്ല, ട്രാൻസ്ജെൻഡേഴ്സിനോടും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈവൻ പിന്നെ ദരിദ്രരായിട്ടുള്ള മനുഷ്യർ. ക്രിസ്തുവിൻ്റെ ഒരു എന്താ പറയുക, ഏറ്റവും വലിയ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ആ ഭക്ഷണശാലയിൽ എല്ലാവരും ഉണ്ട്, പ്രഭുക്കന്മാർ മാത്രമൊന്നുമല്ല. ക്രിസ്തു ഭക്ഷണം കഴിക്കാൻ പോകുന്നിടത്ത് ഈ ക്ഷണിച്ച പ്രഭുക്കന്മാർക്ക് അനഭിമതരായിട്ടുള്ള ആളുകൾ, സ്ത്രീകൾ കടന്നു വരുന്നു. ക്രിസ്തുവിൻ്റെ കാല് കഴുകുന്നു, തലമുടി കൊണ്ട് തോർത്തുന്നു, സുഗന്ധതയിൽ അഭിഷേകം ചെയ്യുന്നു. നിന്നെ ആരവിടേക്ക് കടത്തിയതെന്ന് പരീശന്മാരും അവരൊക്കെ ചോദിക്കുന്നു. അവരൊക്കെ അനുവദനീയരാണ്. സ്ത്രീകൾ അനുവദനീയരാണ്, ദരിദ്രർ അനുവദനീയമാണ്, അതുപോലെ തന്നെ രോഗികൾ അനുവദനീയമാണ്. കുഷ്ഠരോഗികളെയൊക്കെ മാറ്റി ദൂരെ കൊണ്ടുപോയി പാർപ്പിച്ച് അവരെ കണ്ടാൽ കല്ലെറിഞ്ഞ് കൊല്ലുന്ന ഒരു കാലഘട്ടത്തിൽ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി എന്ന് പറയുന്നൊരു വാക്ക് പോലും വളരെ വളരെ വലുതാണ്. അപ്പം അങ്ങനെ എല്ലാ അവഗണിക്കപ്പെട്ട നിന്ദിതരായ മനുഷ്യൻ മുഴുവനും തന്നോട് ചേർത്ത് പെടുത്തിയ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, ഒരു സ്നേഹമുണ്ടല്ലോ. അത് നമ്മൾ കാലം ചെല്ലുന്തോറും നമ്മൾ അതിനോട് അടുക്കുകയുള്ളൂ, അകലില്ല. ഈ പ്രണയത്തിന് ടീച്ചർ എങ്ങനെയാ കാണുന്നത്? ഈ കാലഘട്ടത്തിനകത്ത് പ്രണയം ഉള്ളില് ഉണ്ടാവാത്ത ഒരു മനുഷ്യരും ഉണ്ടാവില്ലല്ലോ. പ്രണയത്തിന് എങ്ങനെയൊക്കെയാണ് എക്സ്പീരിയൻസ് ചെയ്തേക്കുന്നത്? പ്രണയം എന്ന് പറയുന്നത് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നേരത്തെ കല്യാണം കഴിഞ്ഞ് പോയൊരു പെൺകുട്ടി എന്നുള്ള നിലയിൽ പ്രണയം അസാധ്യമായ അടഞ്ഞ വാതിലായിരുന്നു. ആ അടഞ്ഞ വാതിലിനകത്ത് പ്രണയം സംഭവിക്കുന്നുമില്ല. പ്രണയം നമുക്ക് ആവശ്യവുമാണ്. നമ്മൾ പ്രണയിച്ചു പോകുമല്ലോ, സ്വാഭാവികമായും നമ്മൾ പ്രണയിക്കും. പക്ഷെ അങ്ങനെ പ്രണയിക്കുമ്പോൾ തന്നെ അതിന് ഒരു സ്വതന്ത്രമായ ഒരു അവസ്ഥ, തുറവിയില്ല. അനുവദനീയമല്ലാത്ത ഒരു തെറ്റ് ചെയ്യുന്നത് പോലെയാണ് പ്രണയം. ആ കാലഘട്ടത്തിലെ പല സ്ത്രീകളും അനുഭവിച്ചിട്ടുണ്ടാവുക തെറ്റ് എന്നുള്ള രീതിയിലാണ്. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ ആദ്യകാലത്തെ ചില കഥകളിലൊക്കെ എൻ്റെ കഥകളിലൊക്കെ അത് കാണാൻ കഴിയും. പ്രണയത്തിനോടുള്ള വലിയ ആഗ്രഹമുണ്ട്, പക്ഷേ അത് അസാധ്യം ആണ്. അതിനെ പറ്റി കുറ്റബോധമുണ്ട്, തെറ്റ് ചെയ്യുന്നത് പോലെയാണ്. അതിനാൽ അതിനെ അമർച്ച ചെയ്യുന്നു. അമർച്ച ചെയ്യുമ്പോൾ സംഘർഷം ഉണ്ടാകുന്നു.
ഈ സംഘർഷം സഹിക്കാൻ വയ്യാണ്ട് ഇറങ്ങിപ്പോകുന്ന പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് പല കഥകളിലും വന്നിട്ടുള്ള ഒന്നാണ്. പിന്നെ മാധവിക്കുട്ടിയൊക്കെ ചെയ്തതുപോലെയുള്ള ഒരു തുറന്ന ഒരു പ്രണയത്തെ പറ്റിയിട്ടുള്ള വലിയൊരു വാചാടോപം എൻ്റെ കഥകളിൽ കാണില്ല. എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടും കൂടിയാണത്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കുറ്റകൃത്യമാണ്, അല്ലാണ്ട് പ്രണയത്തിൻ്റെ ആഘോഷങ്ങളില്ല. പ്രണയം ആഘോഷിക്കുന്ന ഒരാൾക്കല്ലേ ആഘോഷപൂർവ്വം അത് എഴുതാൻ പറ്റുള്ളൂ. ഞാൻ പ്രണയിച്ചത് കുറ്റകൃത്യം പോലെയാണ്. അപ്പോൾ ആ കുറ്റകൃത്യം എല്ലാ കാലത്തും നമ്മളെ പീഡിപ്പിച്ചും വിഷമിപ്പിച്ചും വേദനിച്ചും കൊണ്ടിരിക്കും അല്ലേ. പക്ഷെ പ്രണയം എന്ന് പറയുന്നത് അനിവാര്യമായ ഒരു സംഗതിയാണ് മനുഷ്യർക്ക്, സ്ത്രീക്കും പുരുഷനും മാത്രമല്ല സസ്യജാലങ്ങൾക്ക് വരെ അല്ലേ. പ്രണയം കൊണ്ടാണ് ഒരു മരം മറ്റൊരു മരത്തിൽ ആടി ചെന്ന് തൊടുന്നത് അല്ലേ. വേരുകൾ ഭൂമിക്കടിയിൽ കെട്ടിപ്പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ വീരാൻകുട്ടിയുടെ കവിത ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ നിലനിൽപ്പ് തന്നെ അതിലെ അധിഷ്ഠിതമാണ്. അത് എത്ര കാൽപ്പനികമാണ് എന്ന് പറഞ്ഞാലും രതി കൂടുതൽ മനുഷ്യരുടെ രതിക്ക് വേണ്ടി മാത്രം സംഭവിച്ചിരുന്ന നൈസർഗികമായൊരു ഒരു സംഗതി എന്നുള്ളതിൽ നിന്ന് മനുഷ്യൻ്റെ ഭാവന ഉണ്ടാക്കിയെടുത്ത ഒന്നാണ് ഈ പ്രണയം എന്ന് പറയുന്ന സങ്കല്പം. മനുഷ്യന് സങ്കല്പങ്ങൾ ഉണ്ട്. അപ്പോൾ ചന്ദ്രനെ തൊടുന്ന സങ്കല്പം പോലെയാണ് പ്രണയത്തെ മനുഷ്യ സുന്ദരമാക്കി എടുത്തത്. സ്ത്രീക്കും പുരുഷനും സാധ്യമായ അങ്ങേയറ്റത്തെ ഒരു സംഗതി എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ തിരിച്ചുപോക്കിൻ്റെ കാലമെന്നാണ് എൻ്റെ വിചാരം. കാരണം വെച്ചാൽ പ്രണയത്തിൻ്റെ കാൽപ്പനികത ചോർന്നു പോവുകയും പ്രായോഗികതയിലേക്ക് അതിനെ കൊണ്ടു ചെല്ലുകയും ചെയ്യുന്ന ഒരു അനുഭവം ഇപ്പം എനിക്ക് തോന്നുന്നു. കൂടുതൽ പ്രായോഗികമാവുക. അപ്പോൾ പ്രായോഗികമാവുമ്പോൾ സംഭവിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്. നിങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പോൾ പൊളിയുന്ന സ്ഥാപനങ്ങൾ, അതിൽ പ്രണയവും ഒരു സ്ഥാപനം തന്നെയാണ്. പ്രണയം കൊണ്ട് കൊല്ലുകയല്ലേ? അതെ, കൊല്ലുന്നു. അതെ, പ്രണയിനെ കിട്ടിയില്ല. 2 കാലഘട്ടങ്ങളിലെ വ്യത്യാസമുണ്ട്. പ്രണയിച്ചവളെ കിട്ടാത്തതുകൊണ്ട് രമണൻ തൂങ്ങി മരിക്കുന്നു. പ്രണയിച്ചവളെ കിട്ടാത്തതുകൊണ്ട് ഇപ്പോഴത്തെ രമണൻ അവളെ കുത്തിക്കൊല്ലുന്നു. ടീച്ചർ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇപ്പൊ പുതിയ നോവലിന്റെ പണിയിലാണെന്നും കൂടെ പറഞ്ഞല്ലോ, എഴുതിക്കൊണ്ടേയിരിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ്? ഒരു അർജി നമ്മുടെ ഉള്ളിലുണ്ടാവും, എഴുതുക എന്നുള്ളത്. ഇപ്പോൾ കുറേ കാലം എഴുതാതെയോ വായിക്കാതെയോ എനിക്കിരിക്കാൻ പറ്റില്ല. പിന്നെ വേറൊന്നും ഒരു തീം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അതിനെ ഞാൻ എങ്ങനെയാണ് പലതിനെയും നമ്മൾ തള്ളിക്കളയും. പക്ഷെ ഒന്ന് ശക്തമായിട്ട് നമ്മുടെ മനസ്സിൽ തങ്ങുന്നുവെങ്കിൽ ആ തങ്ങുന്നതിനെ ഏതൊക്കെ വഴിയിൽ അതിനെ എന്താ പറയുക രൂപപ്പെടുത്തിയെടുക്കാം എന്നുള്ള ചിന്ത ദൈനംദിനം അതായിരിക്കും. നമ്മുടെ ദൈനംദിനമേ അതായിരിക്കും. മനസ്സിലായില്ലേ? എഴുത്തിലേക്ക് അങ്ങനെ അല്ലാത്തതും ഉണ്ട് കേട്ടോ, അനായാസം. ഇപ്പോൾ കറ എഴുതുമ്പോൾ അതിനങ്ങനെ ഒരു രൂപപ്പെടുത്തിയെടുക്കേണ്ട കാര്യമില്ല. ഓൾറെഡി നമുക്ക് ഭയങ്കര എന്താ പറയുക കനപ്പെട്ട് കിട്ടിയ ഒരു സംഗതി അവിടെ ഉണ്ട്, അത് എഴുതുക വേണ്ടു. അതിലേക്ക് നമ്മളുടെ എന്താ പറയുക നമ്മുടെ അന്വേഷണങ്ങൾ അതിലേക്ക് ചെന്നെത്തുക വേണ്ടു. പക്ഷേ ഇപ്പം ഞാൻ എഴുതുന്ന നോവലൊരു നാടകത്തിലെ ഒരു സ്ത്രീയെ പറ്റിയിട്ടാണ്. നാടകം സ്വീകരിച്ച ഒരു നടിയും സംവിധായകയായിട്ടുള്ളൊരു സ്ത്രീയുടെ ജീവിതമാണ് എഴുതുന്നത്. അപ്പോൾ അതെഴുതുമ്പോൾ എന്താ പറയുക അതിൻ്റെ അന്വേഷണങ്ങൾ അവളുടെ ഉള്ളിലേക്ക് എനിക്ക് കടക്കണം. മനസ്സിലായില്ലേ? ഒരു നടിയും സംവിധായികയുമായിട്ടുള്ള ഒരു സ്ത്രീയുടെ ഭൗതികാനുഭവങ്ങൾ മാത്രമല്ല, ആന്തരാനുഭവങ്ങൾ എന്താണ്, എന്തിനാണ് അവൾ നടിയായത്. അപ്പോൾ ശരീരം ആനന്ദം ആണ്, ശരീരത്തിൻ്റെ ഓരോ ചലനങ്ങളും ആനന്ദമാണ്. നമ്മളാകട്ടെ ഏറ്റവും കൂടുതൽ ആ ചലനങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു സ്പീഷീസുമാണ്. അസ്വാഭാവികമായ ചലനങ്ങളാണ് മനുഷ്യരുടെ മുഴുവൻ ചലനങ്ങളും. കാരണം സമൂഹ മര്യാദയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ചലിക്കുന്നത്, നമ്മുടെ ഇഷ്ടത്തിനല്ല അല്ലേ. മൃഗങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. ഇപ്പം മീഹോ ഓടി വരുമ്പോൾ മീഹോ അവൻ്റെ ഇഷ്ടത്തിന് ഓടി വരണേ, അല്ലാണ്ട് അവന് സമൂഹ മര്യാദയൊന്നുമില്ല. നായ് സമൂഹത്തിന്റെ മര്യാദയ്ക്കൊന്നല്ല അവൻ പെരുമാറുന്നത്. അപ്പം നമ്മുടെ ഓരോ പെരുമാറ്റവും മനുഷ്യരാണ് ഏറ്റവും കൂടുതൽ ചലനങ്ങൾ നിയന്ത്രിക്കപ്പെട്ടുള്ള ജീവി വിഭാഗം. നമ്മുടെ എങ്ങനെ കാല് വെക്കണം, എങ്ങനെ കൈ വെക്കണം, എങ്ങനെ ചിരിക്കണം, എങ്ങനെ മുഖം നോക്കണം, എങ്ങനെ സംസാരിക്കണം, ഇതൊക്കെ നമുക്ക് നിയന്ത്രണങ്ങളുണ്ട് സമൂഹത്തിൻ്റെ ശിക്ഷണത്തിന് അനുസൃതമായിട്ടാണ്. നാടകം കെട്ടുപൊട്ടിക്കലാണ് അല്ലേ. നാടകത്തിലേക്ക് വരുമ്പോൾ നിന്റെ ശരീരം എന്ന് പറയുന്നത് ആഘോഷിക്കാനുള്ളതാണ്, ബോഡി ലാംഗ്വേജ് അല്ലേ. അപ്പോൾ അവിടെ സ്റ്റേജിൽ ഒരുത്തി അനുഭവിക്കുന്ന ആനന്ദം, ആ ആനന്ദം ഒരു ഭൗതിക മര്യാദകളെയും വകവയ്ക്കുന്നില്ലെങ്കിൽ എന്ത് രസമായിരിക്കും.
ടീച്ചർ എഴുതി തുടങ്ങിയ കാലത്ത് മഹാരഥന്മാരായ നമ്മൾ എഴുത്തുകാർ എന്ന് പറയുന്നതൊക്കെ പുരുഷന്മാരെ കുറിച്ചാണ്. അതെ അതെ സ്ത്രീകളെ പറ്റി പറയണമെങ്കിൽ പ്രത്യേകിച്ച് എഴുത്തുകാരികൾ ഓദർ എന്നുള്ളതിനകത്തേക്ക് നമ്മൾ ഒരിക്കലും സ്ത്രീകളെ കൊണ്ടൊന്നും വെക്കാറില്ല. മാധവിക്കുട്ടിയുണ്ട്, സാറാ ജോസഫ് ഉണ്ട്. പിന്നെ നമ്മൾ പിന്നെ ആലോചിച്ചെടുക്കണം ആരൊക്കെയാണ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പൊ അതിലത്തെ സാറാ ടീച്ചറാണ് ടീച്ചറിന്റെ ചുറ്റും നിൽക്കുന്ന എഴുത്തുകാരൊക്കെ മഹാരഥന്മാരായിട്ടുള്ള മനുഷ്യര്. എല്ലാ ആനുകാലികങ്ങളും അവരെ ആഘോഷിക്കുന്നു, വേദികൾ അവരെ ആഘോഷിക്കുന്നു, എഴുത്തുകൾ ആഘോഷിക്കപ്പെടുന്നു, പഠനങ്ങൾ, അത്ര സാധനങ്ങൾ. ടീച്ചർക്ക് ഇതിനകത്ത് നിൽക്കുമ്പോഴേ ഒറ്റപ്പെടൽ തോന്നിയിട്ടുണ്ടോ? വളരെ. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് സ്ത്രീയാണെന്നുള്ളത് തന്നെയാണ്. രണ്ടാമത് എനിക്ക് അറിഞ്ഞുകൂടാ, ക്രിസ്ത്യൻ ആയതുകൊണ്ടുള്ള ഒരു ഇതുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ക്രിസ്ത്യൻ ഒന്നല്ലേ, ബൈ ചാൻസ് ജനിച്ചു പോയതാണ്. പക്ഷെ അതുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ അതൊരു കാരണമാണ്. രണ്ട്, ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ശരിയല്ല എന്ന് തോന്നുന്നത് അപ്പം തന്നെ ഒന്നും നോക്കാതെ യാതൊരു താല്പര്യങ്ങളും ഇല്ലാതെ നിർമ്മമായിട്ട് പറയുന്നൊരു സംഭവമുണ്ട്. വിമർശനം എൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകളുണ്ട്. പിന്നെ ഈ സ്ത്രീകളുടെ ഒരു വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു നിലപാടുണ്ട്. ഇതൊക്കെ രുചിക്കാത്ത ഒരുപാട് ആളുകളുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. ആരുടെയെങ്കിലുമൊക്കെ ഒരു പക്ഷം ചേർന്ന് നിന്നിരുന്നെങ്കിൽ കിട്ടാവുന്ന ബെനിഫിറ്റുകൾ എന്ന് പറയുന്നത് അതല്ല എഴുത്തിന് വേണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എഴുത്തിന് എഴുത്ത് മാത്രമേ ഉള്ളൂ. എഴുത്തിന് എന്താ പറയുക, അപ്പനും അമ്മയും കയ്യും കാലൊന്നുമില്ല. എഴുത്തിന് എഴുത്ത് മാത്രമേ ഉള്ളൂ. എഴുത്തിനെ സഹായിക്കാൻ എഴുത്ത് മാത്രമേ ഉള്ളൂ. ആ എഴുത്ത് ശക്തമാണെങ്കിൽ അല്ലെങ്കിൽ ആ എഴുത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നെ നിന്നോളും. ആരുടെയും കൈത്താങ്ങില്ലാതെ തന്നെ നിന്നോളും. തന്നെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ പൊക്കോട്ടെ. തന്നെ നിൽക്കാൻ പറ്റാത്തൊരു സാധനമാണല്ലോ, അപ്പം അത് പോട്ടെ. അതാണ് എൻ്റെ നിലപാട്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ കണക്കെടുപ്പുകളിലും എന്താ പറയുക വിലയിരുത്തലുകളിലും ഒക്കെ തന്നെ വളരെ നിഷ്കരണം പുറത്താക്കപ്പെടുന്ന അനുഭവമാണ് പൊതുവെ സ്ത്രീകൾക്കുള്ളത്. പ്രത്യേകിച്ച് ആരോടും ചാരാതെ നിൽക്കുന്ന സ്ത്രീകൾക്കുള്ളത്. അതിൽ നമ്മുടെ പുസ്തകങ്ങൾ വായിക്കപ്പെടുക പോലും ചെയ്യില്ല പലപ്പോഴും എന്നുള്ളതാണ് സങ്കടകരം. കാരണം നിങ്ങൾക്ക് എൻ്റെ നിലപാടിനോട് യോജിക്കാം വിയോജിക്കാം. പക്ഷേ ഒരു പുസ്തകം വായിക്കേണ്ടത് വായനക്കാരുടെ കടമയാണ്. അത് അവർ വായിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. വായിക്കപ്പെടാനുള്ളതാണല്ലോ പുസ്തകം. കാരണം പുസ്തകം ഒരു പകുതി മാത്രമേ ആവുള്ളൂ, അതിൻ്റെ മറുപകുതി അതിൻ്റെ വായനയാണ്. അപ്പോൾ ആ വായന ഉണ്ടെങ്കിലേ പുസ്തകം പൂർണ്ണമാവുള്ളൂ. വായനയിൽ നിന്ന് നിഷേധിക്കപ്പെടുമ്പോൾ സങ്കടമുണ്ട്. വേറെ ഒന്നിലും എനിക്ക് സങ്കടമില്ല. അപ്പോൾ നമ്മൾ വിലയിരുത്തപ്പെട്ടില്ല എന്നോ അംഗീകരിക്കപ്പെട്ടില്ല എന്നോ അതല്ലെങ്കിൽ പറയപ്പെട്ടില്ല, അതൊന്നും എൻ്റെ വിഷയമല്ല. എൻ്റെ വിഷയം ഇതാണ്, എൻ്റെ പുസ്തകം, ഞാൻ എഴുതിയ പുസ്തകം പകുതിയാണ്. അത് പൂർണ്ണമാവണമെങ്കിൽ വായനക്കാരനോ വായനക്കാരിയോ വായിക്കണം. അത് വായിക്കപ്പെടുന്നില്ല എങ്കിൽ സങ്കടമായിട്ടുള്ളൊരു കാര്യമാണ്. അത് മാത്രമാണ് എഴുത്തിനെ കുറിച്ചുള്ള എൻ്റെ ആകെ വേവലാതി. വേറെ ഒരു വേവലാതിയും എനിക്കില്ല. അങ്ങനെ വായിച്ചിട്ടുള്ള ആ വായനക്കാരുടെ നമ്മളുടെ അടുത്ത് പറയുമല്ലോ, യോജിക്കാം, അഭിപ്രായം പറയാം, അവർക്ക് ഫീൽ ചെയ്തൊക്കെ പറയാം. അങ്ങനെ ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ളതൊക്കെ എപ്പോഴാണ്? ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഒരുപാട് വായിച്ച് ഇഷ്ടപ്പെട്ടവരെ വിളിക്കുന്നു, പറയുന്നു, അതുപോലെ തന്നെ കത്തുകൾ അയക്കുന്നു. അതൊക്കെ സന്തോഷമുള്ള സന്ദർഭങ്ങൾ തന്നെ. ഏറ്റവും അവസാനം എഴുത്തും വായനയും ഒക്കെ അങ്ങനെ നോക്കുമ്പോഴേ എങ്ങനെ നിറഞ്ഞു തോന്നുന്ന സംഗതി എന്താ ഉള്ളില്? നിറഞ്ഞു തോന്നുന്നതെന്ന് പറഞ്ഞാലേ, ഇപ്പോൾ ഞാൻ എന്തിനാ എഴുതുന്നത്? ആത്യന്തികമായിട്ട് ഞാൻ എഴുതുന്നത് എൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ്. എഴുതുമ്പോഴേ എനിക്ക് ഞാനുണ്ട് എന്നുള്ള തോന്നലുള്ളൂ. എഴുതാത്തപ്പോൾ ഞാൻ ഏതൊരു ആളെയും പോലെ ഒരാൾ മാത്രമാണ്. എഴുതുമ്പോൾ ഞാൻ വ്യത്യസ്തയായിട്ടുള്ള ഒരാളാണ്. ഞാൻ വേറെ രീതിയിൽ ലോകത്തെ കാണുന്ന ആളാണ്, ലോകത്തെ വ്യാഖ്യാനിക്കുന്ന ആളാണ്. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പേനയും കടലാസായിട്ട് ഇരിക്കുമ്പോൾ ഞാൻ ആർജിച്ച് മുഴുവൻ വെച്ചിട്ട് അതിൻ്റെ ഫലമായി എനിക്ക് ലോകത്തെ വായിക്കാനും അല്ലെങ്കിൽ ജീവിതത്തെ കാണാനും അവതരിപ്പിക്കാനും കഴിയുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ആനന്ദം. ഇത് നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു മറുപകുതി അതിനുവേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പോഴേ അത് പൂർണ്ണമാവുന്നുള്ളൂ, അവിടേക്ക് അത് എത്തും എന്നുള്ളത് തന്നെയാണ് എഴുത്തിൻ്റെ സന്തോഷം എന്ന് എനിക്ക് തോന്നുന്നു. അതേസമയം എന്താ പറയുക, എഴുതാൻ വേണ്ടി എഴുതുക അങ്ങനത്തെ മണ്ടത്തരം ഞാൻ ചെയ്യാറില്ല. എന്തെങ്കിലും കനപ്പെട്ട ഒന്ന് എൻ്റെ മനസ്സിൽ തടഞ്ഞാൽ മാത്രമേ ഞാൻ എഴുതാൻ വേണ്ടി തയ്യാറാവുള്ളൂ. അത് വളരെ നിർബന്ധമുള്ള കാര്യമാണ് എനിക്ക്. അതായത് എന്തെങ്കിലും ഒരു കഥ ഇപ്പം തന്നെ എഴുതി തരുമെന്ന് പറഞ്ഞാൽ പറ്റില്ല, ഞാൻ എഴുതൂല. ഓണപ്പതിപ്പുകളിലൊക്കെ എഴുതാത്തതിൻ്റെ കാര്യം അതാണ്. എൻ്റെ ഉള്ളിൽ അപ്പം കഥയില്ല, പിന്നെ ഞാൻ നിർബന്ധമായിട്ടൊരു കഥ എഴുതി കൊടുക്കേണ്ട കാര്യമില്ല. ഈ മാനുഷി പോലുള്ള ഇടതുപക്ഷാഭിമുഖ്യമുള്ളൊരു സംഘടനയിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ടീച്ചർ പിന്നീടുള്ള ഘട്ടത്തിൽ റിട്ടയർമെൻറ്റിനൊക്കെ ശേഷം നമ്മുടെ ഇവിടെ ഒരു വലിയ മൂവ്മെൻ്റ് ആയിട്ട് വന്നൊരു സംഗതി തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ എമർജൻസ്.
അത് ഇപ്പൊ നോക്കുകയാണെങ്കിൽ അത് അതിന്റെ ഒരു രാഷ്ട്രീയം എങ്ങനെയാണ് മാറിയിട്ടുള്ളത്, അത് എത്രത്തോളം ആ രീതിയിൽ എന്താ പറയാ വലതുപക്ഷത്തിനോട് ആഭിമുഖ്യമുള്ള ആശയങ്ങളിലേക്ക് എങ്ങനെയാണത് മാറിയത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അന്ന് വന്ന കാലത്ത് ഉറപ്പായിട്ടും അതിലൊരു പ്രതീക്ഷ അർപ്പിച്ച ഒരുപാട് പേരുടെ കൂട്ടത്തിൽ ടീച്ചറും ഉണ്ടായിരുന്നു. ടീച്ചർ തൃശ്ശൂരിൽ മത്സരിക്കാൻ പോലും തയ്യാറായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, സംഘടനാ നേതൃത്വത്തിലുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അന്ന് അതിന് തയ്യാറായത്? പിന്നീട് അതിൽ എന്താ പറയുക, ആ രാഷ്ട്രീയത്തിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? ആം ആദ്മി രൂപവൽക്കരിക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ രൂപവൽക്കരിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് നമ്മുടെ രാജ്യത്തുണ്ടായി. അത് കറപ്ഷനിൽ മുങ്ങിപ്പോയ ഒരു അവസ്ഥയിൽ സംഭവിച്ചതാണ്. എന്തൊക്കെ പറഞ്ഞാലും ആ കാലഘട്ടം വരെയുള്ള കോൺഗ്രസിൻ്റെ ഭരണം കൊണ്ട് ഉണ്ടായ അഴിമതിയുടെ കാണാക്കയങ്ങൾ, ആ ഒരു ഘട്ടത്തിലാണ് ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന് പറയുന്ന മൂവ്മെൻറ്റ് വരുന്നത്. ഈ മൂവ്മെൻറ്റിൽ ആരാണ് നേതൃത്വത്തിൽ, BJP ആണോ ആരാണോ എന്നുള്ളതൊക്കെ പിന്നീട് വന്ന തർക്ക വിഷയമാണ്. അങ്ങനെ ഒരു മൂവ്മെൻ്റ് ഉണ്ടാവുകയും ഇന്ത്യ മൊത്തം അതിൻ്റെ എന്താ പറയുക ആവശ്യക്കാരായിട്ട് മാറുകയും ലോകത്ത് എവിടെയൊക്കെ ഇന്ത്യക്കാരുണ്ടോ അവരൊക്കെ തന്നെ അതിൻ്റെ ഭാഗമായി മാറുകയും അതൊരു വലിയ ഒരു മൂവ്മെൻ്റായിട്ട് മാറുകയും ചെയ്തു. ആ സമയത്ത് ഓരോ പ്രതീക്ഷ അർപ്പിക്കുന്ന ഇന്ത്യൻ പൗരൻ്റെയും പൗരയുടെയും ഉള്ളിലും ഇതൊരു ആവശ്യമായിരുന്നു. അഴിമതി രഹിതമായിട്ടുള്ള ഒരു ജനാധിപത്യ ഭരണം വേണം എന്നുള്ളത് അത് നമ്മുടെയൊക്കെ ഒരു ആവശ്യം. അത് അസാധ്യമാണെന്നുള്ള സാഹചര്യത്തിലായിരുന്നു മൗനം ഉണ്ടായിരുന്നത്. ഈ മൗനം ഭേദിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ മൂവ്മെൻറ്റ് ഇന്ത്യക്കാരിൽ ഉണ്ടാക്കിയ ഒരു വലിയ പ്രതീക്ഷ. ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ മൂവ്മെൻറ്റിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് ആം ആദ്മി പാർട്ടി എന്ന്. അപ്പോൾ അതിനെ ഒരു രാഷ്ട്രീയ പാർട്ടി വൽക്കരണം നടത്തിയ സമയത്ത് അതിൻ്റെ ബേസായിട്ട് കൊണ്ടുവന്ന് സ്വരാജ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ആണ്. ഈ സ്വരാജ് എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ സ്വരാജിനെ ബേസ് ചെയ്തിട്ട് അത് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മൂവ്മെൻ്റാണ്. അഴിമതി രഹിത ഭരണം സാധ്യമാണ്, അതാണ് ഉറപ്പിച്ച ഒരു തീരുമാനമായിരുന്നത്. 2, നിങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ അഴിമതിക്കാരാണെങ്കിൽ അതിനെ തിരിച്ചു വിളിക്കാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. മനസ്സിലായില്ലേ? ജനങ്ങൾക്ക് ഉണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് മുദ്രാവാക്യങ്ങൾ വെച്ചുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വരുന്നത്. അപ്പോൾ അത് വലിയൊരു പ്രതീക്ഷയായിരുന്നു. ആ പ്രതീക്ഷ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ഉണ്ടാവണം. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ തന്നെ പറഞ്ഞതുപോലെ ഞങ്ങൾ ഭരണത്തിലേക്ക് വരണമെന്നില്ല, നിലനിൽക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടികളെ വൃത്തിയാക്കാനായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചുവടെടുത്തിട്ടുള്ളത്. ഓക്കെ, നല്ല കാര്യം. അപ്പോൾ സ്വാർത്ഥരഹിതമായിട്ടുള്ളൊരു വരവാണ് അത് എന്നുള്ളത് തോന്നിപ്പിക്കേണ്ടായി. ഒരുപക്ഷെ ബുദ്ധിജീവികളും നീതിയുടെ നിയമത്തിൻ്റെയൊക്കെ അടിസ്ഥാന പാഠങ്ങൾ അറിയുന്നവരുമായിട്ടുള്ള പ്രശാന്ത് ഭൂഷണെ പോലെയും യോഗേന്ദ്ര യാദവിനെ പോലെയുള്ള, പിന്നെ ഇന്ത്യയിലെ മൊത്തം മേധാ പട്കർ അടക്കമുള്ള അല്ലെങ്കിൽ അങ്ങനെ ഉള്ള നിരവധി ബുദ്ധിജീവികൾ, നിരവധി സാംസ്കാരിക പ്രവർത്തകർ ഈ ഒരു പ്രസ്ഥാനം, ഈ ഒരു രാഷ്ട്രീയ മൂവ്മെൻറ്റ് വേണമെന്ന് ആഗ്രഹിച്ച് അതിനകത്തേക്ക് വന്നു. കുറച്ച് കാലത്തേക്ക് അതിനകത്തേക്ക് വന്നു. അതിനകത്തേക്ക് വരികയും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ പോയത് ഈ പറഞ്ഞ പോലെയുള്ളൊരു പ്രതീക്ഷ. ഇപ്പം എനിക്ക് തോന്നിയത് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവണം. എന്തിന്? രാഷ്ട്രീയാധികാരത്തിൽ കയറാനില്ല, മറിച്ച് അഴിമതിരഹിത ഭരണം സാധ്യമാണ് എന്നുള്ള അർത്ഥത്തിൽ അഴിമതിക്കെതിരെ പോരാടുന്ന ഒരു പ്രസ്ഥാനം ഉണ്ട് എങ്കിൽ നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് കുറച്ചൊന്ന് ശങ്കിക്കേണ്ടി വരും. തന്നെയല്ല, അഴിമതികൾ തുറന്നു കാണിക്കാനുള്ള ഒരു അവസരവും കൂടിയാണത്. അത് തുറന്നു കാണിക്കാനും അതിനെതിരെ സമരം ചെയ്യാനും അതുവഴി ജനങ്ങളിൽ അഴിമതിക്കെതിരായിട്ടുള്ള ഒരു അവബോധം ഉണ്ടാക്കാനും ജീവിതം മറിയാനും ഒക്കെ സാധിക്കും എന്ന ഒരു മണ്ടൻ പ്രതീക്ഷ എനിക്കുണ്ടായി. മനസ്സിലായില്ലേ? അങ്ങനെയാണ് അതിനകത്തേക്ക് ചേരുന്നത്. പിന്നെ തെരഞ്ഞെടുപ്പിന് നിൽക്കണം എന്നുള്ളത് എനിക്ക് ഒരു നിവൃത്തികേട് കൊണ്ട് സംഭവിച്ചതാണ്. കാരണം വെച്ചാൽ അങ്ങനെ ഞാൻ ഒരു എഴുത്തുകാരി ആയിട്ട് വന്നു, അവർക്കാണെങ്കിൽ ഏറ്റവും മികച്ച കാൻഡിഡേറ്റ് വേണം. അപ്പോൾ അനിത പ്രതാപിനെ എറണാകുളത്ത് നിർത്തുകയും എന്നെ തൃശ്ശൂർ നിർത്തുകയും ചെയ്യേണ്ടത് അവരുടെ ഒരു ആവശ്യമായിരുന്നു. അങ്ങനെ പിന്നെ അത് ഒരു നിർബന്ധത്തിന് വഴങ്ങി അങ്ങനെ ചെയ്തു പോയതാണ്. ലീഡർഷിപ്പിലേക്ക് വന്നതും അത് തന്നെ. 2 കൊല്ലം ഞാൻ പ്രവർത്തിച്ചോളാം എന്ന് എനിക്ക് അതിൽ പറയേണ്ടി വന്നു. ഞാൻ പ്രവർത്തിക്കുകയും ചെയ്തു. പിന്നെ അതിൽ നിന്ന് വിട്ടുപോകുന്നത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും പോലെ തന്നെയാണ് ഇതിനകത്തുള്ള ആളുകളും എന്ന് അല്ലെങ്കിൽ ഞാൻ വിട്ടുപോരുമായിരുന്നു. എനിക്കങ്ങനെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനം എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഈ ഒരു സംഗതി കേരളത്തിൽ ഉണ്ടാവണം, ആ മൂവ്മെന്റ് കേരളത്തിൽ വരണം.
അത് ചോദ്യം ചെയ്യണം. അന്ന് കുറേ ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു. ഓരോ ഓഫീസുകളിലൊക്കെ പോയിട്ട് അവിടുത്തെ ഇതുകൾ കണ്ടുപിടിക്കാനും അത് വെളിച്ചത്ത് കൊണ്ടുവരാനും അതിനെ പരിഹരിക്കാനും ജനങ്ങളുടെ കൂടെ നിൽക്കാനൊക്കെ സാധിച്ചു. ആ പ്രവർത്തന കാലഘട്ടത്തിൽ കുറേയധികം കാര്യങ്ങൾ സാധിച്ചു. പക്ഷെ അത് നീണ്ടു നിൽക്കില്ല. നീണ്ടു നിൽക്കണമെങ്കിൽ ഓരോ വ്യക്തിയും അരവിന്ദ് കെജ്രിവാളൊക്കെ ആം ആദ്മി ആവണം, അല്ലേ? ആം ആദ്മി ആയാലേ അത് നടക്കുള്ളൂ. ആം ആദ്മി ആവാതെ കണ്ട് ആം ആദ്മി പാർട്ടിയുടെ ലേബലും വെച്ചുകൊണ്ട് പഴയ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ജനങ്ങൾ വില വയ്ക്കുമോ? പവറിലേക്ക് പോയി. അധികാരം, ഞാനൊക്കെ തെരുവിൽ നിന്ന് തൊണ്ട കയറി പ്രസംഗിച്ചിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി വരുന്നത് അധികാരം ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ജനപ്രതിനിധികളിൽ കേന്ദ്രീകരിക്കാനല്ല. കേന്ദ്രീകരിച്ചു, ഒറ്റ ആളിലേക്ക് കേന്ദ്രീകരിച്ചു. ജനപ്രതിനിധികളിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള അധികാരം കേരളത്തിൻ്റെ ജനകീയാസൂത്രണ പരിപാടിയുടെ ഒരു പശ്ചാത്തലത്തിൽ വികേന്ദ്രീകരിക്കപ്പെട്ട അധികാരമായിട്ട് ജനങ്ങൾക്ക് പരമാധികാരം കിട്ടണം എന്നൊക്കെ എന്തൊക്കെയാ പ്രസംഗിച്ച വഴിയിൽ നിന്നിട്ട് ഇല്ല, വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ അത് ഒരു ആവശ്യമായിരുന്നു. അത് കുറച്ചെങ്കിലുമൊക്കെ ഒരു ഇളക്കം ഉണ്ടാക്കാനും പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്ര ശത്രുത ഉണ്ടാവില്ലല്ലോ. ടീച്ചറെ, ടീച്ചർ നേരത്തെ പറഞ്ഞില്ലേ പാട്ടൊക്കെ പാടുമായിരുന്നു. ടീച്ചർ പാട്ട് പാടിയിട്ട് എവിടെയും കേട്ടിട്ടില്ല. അയ്യോടാ, ഇപ്പൊ പാടാൻ കിട്ടില്ല കുട്ടി. എന്നാലും ഇല്ല, എന്തെങ്കിലും കവിതയാ? കവിതയൊന്നും എനിക്ക് കവിതയൊക്കെ നന്നായി ചൊല്ലിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. വരികൾ ഓർമ്മ ഉണ്ടാവില്ല. അതാണ്. അയ്യപ്പമണിക്കൻ്റെ കവിത ഓർമ്മ വരുമോ? രാത്രി നീ തന്നെ ജീവിതം സന്ധ്യ. ഞാൻ എടുത്തരട്ടെ? എവിടുന്ന്? പെട്ടെന്ന് ഇത് ഓർമ്മ വന്നത്. ഒരു നീ തന്നെ ജീവിതം സന്ധ്യേ, നീ തന്നെ മരണവും സന്ധ്യേ, നീ തന്നെ ഇരുളുന്നു, നീ തന്നെ മറയുന്നു, നീ തന്നെ സന്ധ്യേ. നിൻ കണ്ണിൽ നിറയുന്നു നിബിഡാന്ധകാരം, നിൻ ചുണ്ടിലുറയുന്നു ഘനശൈത്യ ഭാരം, നിന്നിൽ പിറക്കുന്നു രാത്രികൾ പകലുകൾ, നിന്നിൽ മരിക്കുന്നു സന്ധ്യേ. പകലായ പകലൊക്കെ വറ്റിക്കഴിഞ്ഞിട്ടും പതിവായി നീ വന്ന നാളിൽ, പിരിയാതെ ശുഭരാത്രി പറയാതെ കുന്നിൻ്റെ ചെരുവിൽ കിടന്നുവോ നമ്മൾ. പിരിയാതെ ശുഭരാത്രി പറയാതെ കുന്നിൻ്റെ ചെരുവിൽ കിടന്നുവോ നമ്മൾ. ഉണരാതെ ചുംബനം പകരാതെ മഞ്ഞിൻ്റെ കുളിരിൽ കഴിഞ്ഞുവോ നമ്മൾ. വരുമെന്നു ചൊല്ലി നീ ഘടികാര സൂചി തൻ പിടിയിൽ നിൽക്കുന്നില്ല കാലം. വരുമെന്നു ചൊല്ലി നീ ഘടികാര സൂചി തൻ പിടിയിൽ നിൽക്കുന്നില്ല കാലം. പലതുണ്ട് താരങ്ങൾ അവർ നിന്നെ ലാളിച്ചു, പലതും പറഞ്ഞതിൽ ലഹരിയായി തീർന്നുവോ സന്ധ്യേ. പറയൂ മനോഹരി സന്ധ്യേ, പറയൂ മനോഹരി സന്ധ്യേ. അറിയുന്നു ഞാനിന്ന് നിന്റെ വിഷമൂർച്ചയിൽ പിടയുന്നുവെങ്കിലും സന്ധ്യേ. അറിയുന്നു ഞാനിന്ന് നിന്റെ വിഷമൂർച്ചയിൽ പിടയുന്നുവെങ്കിലും സന്ധ്യേ. ചിരിമാഞ്ഞു പോയൊരൻ ചുണ്ടിൻ്റെ കോണിലൊരു പരിഹാസമുദ്ര നീ കാണും. ചിരിമാഞ്ഞു പോയൊരൻ ചുണ്ടിൻ്റെ കോണിലൊരു പരിഹാസമുദ്ര നീ കാണും. ഒരു ജീവിതത്തിൻ്റെ ഒരു സൗഹൃദത്തിൻ്റെ മൃതിമുദ്ര നീ അതിൽ കാണും. നീ തന്നു ജീവിതം സന്ധ്യേ, നീ തന്നു മരണവും സന്ധ്യേ, നീ തന്നെ ഇരുളുന്നു, നീ തന്നെ മറയുന്നു, നീ തന്നെ സന്ധ്യേ.